നമുക്ക് പ്രാർത്ഥിക്കാം. ഉപദേശം, ശാസന, ശിക്ഷാനീതിലഭ്യാസം ഈ വചനത്താൽ അടിയാർക്കു ലഭിപ്പാൻ കൃപയുള്ളവനായ പരമപിതാവേ വേഗം നീ റൂഹായാലേ അരുളിയിടേണമെന്ന്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. എത്രയും സ്നേഹവും ബഹുമാനവും ഉള്ള അഭിവന്യ സെക്രിയാസ് മാർ അപ്രയും തിരുമേനി, ഏറെ ബഹുമാനമുള്ള ജോസഫ് മാർ ഇവാനിയോസ് തിരുമേനി, ഏറെ ബഹുമാനമുള്ള മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പ തിരുമേനി, സഭയുടെ സെക്രട്ടറി ഏറെ ബഹുമാനമുള്ള IBT മാമനച്ചൻ, മുൻ സഭാ സെക്രട്ടറി ഉമ്മൻ ഫിലിപ്പച്ചൻ, ഏറെ സ്നേഹമുള്ള സഹോദര വൈദികരെ, സീനിയർ ഫ്രണ്ട്സ്, മാതാപിതാക്കളെ, പ്രിയ യുവജന സുഹൃത്തുക്കളെ, ഈ സെഷൻ മോഡറേറ്റ് ചെയ്യുന്ന പ്രിയ സഹോദരൻ, ഇന്ന് ഈ കോൺഫറൻസിൻ്റെ അവസാന സെഷനിലേക്ക് നമ്മൾ അടുത്തു വന്നിരിക്കുന്ന ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ മധ്യേ ദൈവവചനവുമായി, ദൈവവചന പഠനത്തിനായി എഴുന്നേറ്റ് നിൽക്കുവാൻ ദൈവമൊരുക്കിയ വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ അകമഴിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ വലിയ നിയോഗം എന്നെ ഭരമേൽപ്പിച്ച അഭിവന്യ സെറാഫീൻ തിരുമേനിയോടും അതിന് അനുവാദം നൽകിയ അഭിവന്യ മെത്രാപ്പൊലീത്ത തിരുമേനിയോടും എന്നെ വളരെ സ്നേഹപൂർവ്വം ഈ ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കുകയും എന്നെ ബലപ്പെടുത്തുകയും ചെയ്ത പ്രിയ പോൾ ജേക്കബ് അച്ഛനോടും എല്ലാ കോൺഫറൻസിൻ്റെ ഭാരവാഹികളോടുമുള്ള നന്ദി ഞാൻ അറിയിക്കട്ടെ. സ്റ്റുഡൻസ് കോൺഫറൻസ് വളരെ വൈകാരികമായി കാണുന്ന ഒരാളാണ് ഞാൻ. കാരണം എൻ്റെ ജീവിതത്തിൻ്റെ ലൈഫ് ഡിഫൈനിങ് മൊമെൻറ്റ്സ്, എൻ്റെ ജീവിതത്തെ നിർവചിച്ച നിമിഷങ്ങൾ ഈ കോൺഫറൻസിലാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, യു ആർ നോട്ട് ഹിയർ ബൈ ആക്സിഡൻറ്റ്. നിങ്ങളാരും അവിചാരിതമായി ഇവിടെ വന്നവരല്ല. ഈ കോൺഫറൻസിൽ ദൈവം വളരെ വ്യക്തമായി, വളരെ ഹൃദ്യമായി എന്നോട് ഇടപെട്ടുള്ളതുപോലെ, ഇവിടെ ഇരിക്കുന്ന പല മുതിർന്ന സഹോദരങ്ങളോടും ഇടപെട്ടുള്ളതുപോലെ നിങ്ങളോട് ഓരോരുത്തരും ഇടപെടും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കഴിഞ്ഞ 3 ദിവസം നിങ്ങളിവിടെ സ്പെൻഡ് ചെയ്യുകയുണ്ടായി. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേട്ടു. ഇറ്റ് ഹാസ് ബീൻ എ സെലിബ്രേഷൻ ഓഫ് ലൈഫ്. ജീവൻ്റെ ആഘോഷം തന്നെയായിരുന്നു. പക്ഷേ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ മുഴുവൻ കേട്ട ഒരു വാക്കുണ്ട്, ദ പേർപ്പസ്. ദൈവത്തിന് ഓരോ ജീവിതങ്ങളെക്കുറിച്ചുമുള്ള ഉദ്ദേശവും പ്രതീക്ഷയും സ്വപ്നവും ഡിസേൺ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു ജീവിതം പരാജയമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ ഈ ഒരു പേർപ്പസ് തിരിച്ചറിയുന്ന ലൈഫ് ഡിഫൈനിങ് മൊമെൻ്റായി തീരട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോ സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ളത്, തുടർന്നുള്ള നിമിഷങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം, നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കണം. ദൈവവചനമാണ് ആത്യന്തികമായി ഒരാളിൽ ബോധ്യങ്ങൾ ജനിപ്പിക്കുന്നത്. മറ്റൊന്നിനും ഇത്രത്തോളം കൺവിക്ഷൻസ് ഒരാളുടെ ജീവിതത്തിൽ ജനിപ്പിക്കാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. സോ ലെറ്റ്സ് ബിലീവ് ഇൻ ദ വേർഡ്. നമുക്ക് ഈ വചനത്തിൽ ഒരു വിശ്വാസം ഉണ്ടാകട്ടെ. ദൈവം എന്നോട് സംസാരിക്കാൻ പോകുന്ന ദൈവിക ഇടപെടലുള്ള നിമിഷങ്ങളാണ് എന്ന് വിശ്വസിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോവുകയാണ്. മറ്റൊരു സെഷൻ പോലെ ഒരുപക്ഷെ നിങ്ങളോട് എൻഗേജ് ചെയ്യുന്നതിനുള്ള സമയമൊക്കെ എനിക്ക് വളരെ വിരളമാണ്. അങ്ങനൊരു തരത്തിൽ ഈ സെഷൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുകയില്ല. അതുകൊണ്ട് നിങ്ങളോടെല്ലാവരും വളരെ ഞാൻ കാര്യമായി അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കണം എന്ന സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ഓർമ്മകൾ എനിക്കുണ്ട്. 2005 സ്റ്റുഡൻസ് കോൺഫറൻസ് മുതൽ ഈ സ്റ്റുഡൻസ് കോൺഫറൻസുമായി ഞാൻ ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെട്ടിരുന്ന ഒരാളാണ്. 2005 തീം സോങ് മുതലുള്ള ഞാൻ പങ്കെടുത്ത എല്ലാ സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെയും തീം സോങ്ങുകൾ ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. എൻ്റെ ധ്യാനമാണത്. ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഡൗൺ ആകുമ്പോൾ എന്നെ വിളിച്ച ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ നിമിഷങ്ങളെ ഞാൻ ഓർക്കുമ്പോൾ ഈ പാട്ടുകളൊക്കെ മനസ്സിൽ ഓടിയെത്തും ഞാൻ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ കോൺഫറൻസിൻ്റെ ഈ അവസാന സെഷനിൽ ഞാൻ വളരെ ആത്മാർത്ഥമായി പറയട്ടെ, നമുക്ക് ശ്രദ്ധയോടെ ഇരിക്കാം. ആർ യു വിത്ത് മീ? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആർ യു വിത്ത് മീ? വിശുദ്ധ കുർബാന, മാർത്തോമാ സഭ വിശുദ്ധ കുർബാന എപ്പോഴും വളരെ ധ്യാനാത്മകമായി സമീപിക്കുന്നൊരു സഭയാണ്.
നമ്മുടെ വിശുദ്ധ കുർബാനയുടെ സെലിബ്രേഷൻ എന്ന് പറയുന്നത് എത്രമാത്രം നമ്മൾ അതിൽ ധ്യാനപൂർവ്വം ഉൾച്ചേരുന്നു എന്നതിലാണ് ഒരു ശുശ്രൂഷയുടെ, വിശുദ്ധ കുർബാന ശുശ്രൂഷയുടെ സെലിബ്രേഷൻ നടക്കുന്നത്. അപ്രകാരം ഒരിക്കൽ വിശുദ്ധ കുർബാന ചൊല്ലിയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്ന ഒരു ചിന്തയാണ്, അല്ലെങ്കിൽ ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് സ്റ്റക്കായ ഒരു നിമിഷമാണ്. when he celebrated his death, അവൻ മരണം ആസ്വദിച്ചപ്പോൾ, when he celebrated his death, നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ജീവൻ ആഘോഷിക്കുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചത് അല്ലേ? ജീവന്റെ ആഘോഷത്തെക്കുറിച്ചാണ്, ആഘോഷത്തിന്റെ പല തലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ഹൗ കുഡ് വൺ സെലിബ്രേറ്റ് വൺസ് ഡെത്ത്? ഒരു വൈദികൻ നിലയിൽ ചിലരുടെ അന്ത്യനിമിഷങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഒരു മരണം എങ്ങനെയാണ് ഒരാൾ ആഘോഷമാക്കുക? ഹൗ കുഡ് വൺ എവർ സെലിബ്രേറ്റ് ഹിസ് ഡെത്ത്? ഈ അടുത്ത കാലത്ത് ഞാൻ വളരെ ബഹുമാനിച്ചിരുന്ന ഒരാളാണ് പ്രൊഫസർ കുഞ്ഞാമൻ. ജീവിതത്തോട് ഒരുപാട് അക്കംപ്ലിഷ്മെന്റ്സ് ഒക്കെ ലൈഫിലുള്ള ഒരാളാണ് അദ്ദേഹം. വലിയൊരു ആക്ടിവിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. പക്ഷെ ജീവിതത്തിൽ തനിക്കിനിയും പ്രതീക്ഷയ്ക്ക് മുൻപോട്ടൊരു വകയുമില്ല, താൻ സ്വപ്നം കണ്ടതൊന്നും യാഥാർത്ഥ്യമാകിയില്ല എന്നുള്ള കടുത്ത നിരാശയിൽ ജീവിതം അവസാനിപ്പിച്ച ആളാണ് പ്രൊഫസർ എം കുഞ്ഞാമൻ. വളരെ നിരാശയോടെ ഈ ലോകത്തോട് വിട പറയേണ്ടി വന്ന ഒരു പ്രതിഭയായിരുന്നു പ്രൊഫസർ എം കുഞ്ഞാമൻ. ഞാൻ പേരെടുത്ത് പറഞ്ഞതിൽ ക്ഷമിക്കണം. പക്ഷെ ഇവിടെ ഇതാ ഒരാൾ 33-ാം വയസ്സിൽ ഈ ലോകത്തോട് പറയാണ് സകലവും ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഒരാളുടെ മരണം ആഘോഷിക്കുകയാണ്. അതെങ്ങനെയാണ് സാധിക്കുക? അങ്ങനെയെങ്കിൽ എങ്ങനെയാകണം ആ വ്യക്തിയുടെ ജീവിതം സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടാകാം? എന്തായിരിക്കും അങ്ങനെ മരണം സെലിബ്രേറ്റ് ചെയ്ത ഒരാളുടെ ജീവിതത്തിൻ്റെ അഭിലാഷങ്ങളും പ്രചോദനങ്ങളും? വാട്ട് കുഡ് ഹാവ് ബീൻ ഹിസ് ഇൻസ്പിറേഷൻസ് ആൻഡ് വാട്ട് കുഡ് ഹാവ് ബീൻ ഹിസ് ആസ്പിറേഷൻസ്? അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പ്രചോദിപ്പിച്ച പ്രചോദനങ്ങൾ എന്തായിരിക്കാം? അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അഭിലാഷങ്ങൾ എന്തായിരിക്കാം? നിങ്ങളൊരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുള്ളൊരു പുസ്തകം ആകാം, ഒരു മോട്ടിവേഷണൽ ബുക്കാണിത്. വലിയ വലിയ കാര്യമുള്ള ബുക്കൊന്നുമല്ല. ഡൈ എം ടി എന്ന് പറയുന്ന ടോഡ് ഹെൻറിയുടെ ഒരു പുസ്തകം. അദ്ദേഹം ആ പുസ്തകം എഴുതുന്നതിന് പിന്നിൽ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത്, അദ്ദേഹം ഒരിക്കൽ ഒരു കൺവെൻഷൻ പ്രസംഗം കേൾക്കുകയായിരുന്നു, ബില്ലി ഗ്രാമിൻ്റേത്. അദ്ദേഹം പറയുകയുണ്ടായി, ഈ ഭൂമിയിൽ ഏറ്റവും അധികം റിസോഴ്സസ് ഉള്ളത് എവിടെയാണെന്ന് അറിയാമോ? സിലിക്കൻ വാലിയിലല്ല, മറിച്ച് സെമിത്തേരികളിലാണ്. ഉപയോഗിക്കപ്പെടാതെ പോയ ഒരുപാട് വിഭവങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന മണ്ണാണ് സെമിത്തേരി. അതിൽ നിന്നാണ് അദ്ദേഹം ഡൈ എം ടി എന്ന പുസ്തകം രചിക്കുന്നുള്ള പ്രചോദനം അദ്ദേഹത്തിന് അവിടെ നിന്നാണ് ലഭിച്ചത്. വെൻ യു ലീവ്, യു ഹാവ് ടു ലീവ് ദിസ് വേൾഡ് വിത്ത് എംപ്റ്റി ഹാൻഡ്സ്. അതുകൊണ്ടാണ് കർത്താവും 2 കരവും തുറന്നു വെച്ചിട്ട് ലോകത്തോട് പറയാണ്, എല്ലാം ഞാൻ കൊടുത്തു കഴിഞ്ഞു. സ്നേഹിച്ച് മതി വരാതെ അവസാനത്തുള്ളി രക്തവും ഈ ലോകത്തിന് നൽകിയിട്ട് പറയാണ്, എനിക്കൊന്നും കൊടുക്കാനില്ല, കൊടുക്കാനുള്ളത് മുഴുവൻ കൊടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞ സാഫല്യത്തോടെ, സന്തോഷത്തോടെ, സംതൃപ്തിയോടെ ഈ ലോകത്തോട് വിട പറഞ്ഞയാളാണ് ക്രിസ്തു. ഡൈ എം ടി. എല്ലാം നൽകി, എല്ലാം കൊടുത്തു തീർത്ത്, എല്ലാം ചെലവഴിച്ച് ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് ഇടയ്ക്ക് നൽകിയിട്ട് ഒരു ബ്ലാങ്ക് പേജ് നൽകുന്നുണ്ട്. ബിഫോർ ഐ ഡൈ, ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പായി ചെയ്യേണ്ട കാര്യങ്ങൾ. അങ്ങനെ ഒത്തിരി ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള പലരും ഇവിടെ ഉണ്ടാകും അല്ലേ? ബിഫോർ ഐ ഡൈ, ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങളും. സോ ലെറ്റ് us വർക്ക് ഓൺ ദാറ്റ് ചെക്ക് ലിസ്റ്റ്. ആ ചെക്ക് ലിസ്റ്റ് നമുക്കൊന്ന് വീണ്ടും ഒന്ന് പുനഃപരിശോധിക്കാം. അപ്പോൾ ഈ ഒരു കോൺഫറൻസ് ഇത്രയും പണം ചെലവഴിച്ച് ഇത്രയും ഭംഗിയായ ക്രമീകരണങ്ങൾ ചെയ്തതിന് പിന്നിൽ ഒറ്റ ഉദ്ദേശമുള്ളൂ പ്രിയ സുഹൃത്തുക്കളെ. നിങ്ങൾ തൻ്റെ മരണം സെലിബ്രേറ്റ് ചെയ്ത ക്രിസ്തുവിൻ്റെ ലൈഫിൻ്റെ ആസ്പിറേഷൻസും ആസ്പിറേഷൻസിലേക്ക് നയിച്ച ഇൻസ്പിറേഷൻസിലേക്കും നിങ്ങളെ ശ്രദ്ധയെ ക്ഷണിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഈ കോൺഫറൻസിൻ്റെ ഉദ്ദേശം. അതിനായിരുന്നു ഈ ക്രമീകരണങ്ങളെല്ലാം ചെയ്തത് എന്ന് നിങ്ങൾ ഓർക്കണം. സോ നിങ്ങളെ ഞാനും ക്ഷണിക്കുകയാണ്. നമ്മളെപ്പോലെ ഒരു യുവ തുർക്കിയായിരുന്ന, നമ്മളെപ്പോലെ ഒരു യുവാവായി ഭൂമിയിൽ ജീവിച്ച ഒരാളുടെ ലൈഫിൻ്റെ ആസ്പിറേഷൻസിലേക്കും ലൈഫിൻ്റെ അദ്ദേഹത്തെ പ്രചോദിപ്പിച്ച ഇൻസ്പിറേഷൻസിലേക്കും നിങ്ങളെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നത് ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ പ്രചോദനങ്ങളും അഭിലാഷങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത് എപ്പോഴും ഒരു കോൺട്രാസ്റ്റിലാണ്, ഒരു താരതമ്യത്തിലൂടെയാണ്. നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്ന ഭാഗത്ത് ശിഷ്യന്മാരുടെ
ആഗ്രഹങ്ങളും അവരുടെ സ്വപ്നങ്ങളും അവരുടെ പ്രതീക്ഷകളും ഒരു വശത്ത് നിൽക്കുമ്പോൾ അതുമായുള്ള താരതമ്യത്തിലാണ് എന്തായിരുന്നു ക്രിസ്തുവിൻ്റെ സ്വപ്നങ്ങളും പ്രചോദനങ്ങളും എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. സോ ഈ ഒരു ടെൻഷൻ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ഈ ഒരു ടെൻഷൻ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ക്രിസ്തു ജീവിച്ചിരുന്ന കാലഘട്ടവും ആ കാലഘട്ടത്തിൻ്റെ അഭിലാഷങ്ങളും പ്രചോദനങ്ങളും, ക്രിസ്തു മുൻപോട്ട് വെച്ച ദൈവരാജ്യത്തിൻ്റെ അഭിലാഷങ്ങളും പ്രചോദനങ്ങളും, there was always a tension. ഇന്ന് നാം അധിവസിക്കുന്ന കാലയളവിലും ഈ വചനവും ക്രിസ്തു മുൻപോട്ട് വെച്ച ദൈവരാജ്യ മൂല്യങ്ങളുമൊക്കെ എത്രത്തോളം ഹൗ റിലവൻ്റ് ഇറ്റ് ഈസ് എന്ന് ചോദിക്കുന്ന ചിലരെങ്കിലും ഇവിടെ ഉണ്ടാകും. ഇതൊക്കെ പ്രസംഗിക്കാൻ കൊള്ളാം, ഒന്നും പ്രാക്ടിക്കൽ അല്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒത്തിരി ആശങ്കയോടെയാണ് സംസാരിക്കുന്നത്. കാരണം ഞാൻ സംസാരിക്കാൻ പോകുന്ന പല വാക്കുകളും നമ്മുടെ ഡിക്ഷണറിയിലുള്ള കാര്യങ്ങളല്ല, അല്ലെങ്കിൽ നമ്മുടെ അനുദിന വ്യവഹാരങ്ങളുള്ള കാര്യങ്ങളല്ല. പക്ഷെ അത് പറയാതിരിക്കാൻ പറ്റില്ല. ക്രിസ്തു അപ്രകാരം തൻ്റെ ശിഷ്യന്മാരോടുള്ള ഈ ഡിസ്കോഴ്സിൽ എന്താണ് തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ, തൻ്റെ ജീവിതത്തിൻ്റെ ഇൻസ്പിറേഷൻ എന്തായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നൊരു ഭാഗത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ സംഘർഷത്തിൽ നിൽക്കുക എന്നുള്ളതാണ് ഇറ്റ് ഈസ് ടു എക്സ്പീരിയൻസ് ദ കിങ്ഡം ഓഫ് ഗോഡ്. കർത്താവ് പറയുന്നു, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ഇൻ യുവർ ഹാർട്ട്സ്. ദൈവരാജ്യം നിങ്ങളുടെ ഹൃദയങ്ങളിലാണ് എന്ന് കർത്താവ് പറയുന്നു. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? നമ്മുടെ ഉള്ളിലെ ചില സംഘർഷങ്ങളിലാണ്, ദൈവരാജ്യം മൂലം നമ്മൾ എടുക്കുന്ന ചില സ്ട്രഗിൾസിലാണ്, ചില സംഘർഷങ്ങളിലാണ് തീർച്ചയായും ദൈവരാജ്യം നിൽക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ ഈ സ്ട്രഗിളിലേക്ക്, ഈ ഒരു സംഘർഷത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ് എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇന്ന് ഈ ഒരു ബൈബിൾ സ്റ്റഡിക്ക് നൽകുന്ന ടൈറ്റിൽ ഡിസൈർസ് ടു ഡിസൈപ്പിൾഷിപ്പ്, ആസ്പിറേഷൻസ് ആൻഡ് ഇൻസ്പിറേഷൻസ് ഇൻ ക്രൈസ്റ്റ്. ഡിസൈർസ് ടു ഡിസൈപ്പിൾഷിപ്പ്, ഫ്ലീറ്റിംഗ് ഡിസൈർസ്, മാറി മാറി പോകുന്ന ആഗ്രഹങ്ങളിൽ നിന്നും താല്പര്യങ്ങളിൽ നിന്നും ഇഷ്ടങ്ങളിൽ നിന്നും ശിഷ്യത്തിലേക്കുള്ള ഒരു വിളി. അത് തിരിച്ചറിയുന്നത് കർത്താവിൻ്റെ അഭിലാഷങ്ങളും പ്രചോദനങ്ങളും മനസ്സിലാക്കുന്നതിലൂടെയാണ് എന്നുള്ളതിലാണ്. അപ്പോൾ ഡിസൈർസ് എപ്പോഴും മാറി മറിയുന്നതാണ്. ദേ കീപ് ചേഞ്ചിങ്, അല്ലേ? ജെൻസി ജനറേഷനെ കുറിച്ച് പറഞ്ഞൊരു കാര്യം, ദേ ഹാവ് ഫ്ലീറ്റിംഗ് ഇൻട്രസ്റ്റ്. അവരുടെ താല്പര്യങ്ങൾ ഇങ്ങനെ മാറി മറിയുന്നല്ലേ. നമുക്ക് തന്നെ അറിയാം, ഒരു iPhone 16 കിട്ടിക്കഴിഞ്ഞാൽ എത്ര ദിവസം അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകും, അല്ലേ? ആദ്യത്തെ ദിവസമൊക്കെ നമ്മളിങ്ങനെ താഴ്ത്തു പോലും വെക്കത്തില്ല, ഇങ്ങനെ കൈകൊണ്ട് നടക്കായിരിക്കും. ഒരാഴ്ച കഴിയുമ്പോൾ ഇങ്ങനെ പറന്ന് നടക്കുന്നതാണ്, അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ കട്ടിലോട്ട് ഒറ്റയേറാണ്, അല്ലേ? നമ്മളൊന്നും എക്സൈറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മളെന്നൊക്കെ പറയുന്നത്, ഞാൻ 80കളിൽ ഒരു വസന്തമാണ്, എന്നാലും ഇപ്പം അങ്ങ് ഐഡൻറ്റിഫൈ ചെയ്തങ്ങ് പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ താല്പര്യങ്ങളിങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്, സത്യമല്ലേ? അങ്ങനെയുള്ള ഫ്ലീറ്റിംഗ് ഡിസൈർസിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുറുകെ പിടിക്കാൻ കഴിയുന്ന ചില ദൈവരാജ്യ സ്വപ്നങ്ങൾ ഏറ്റെടുക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയെ ഈ ഭാഗത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിലേക്കാണ് ഞാൻ ക്ഷണിക്കുന്നത്. എല്ലാവരും വേദപുസ്തകം എടുക്കാമോ? ഐ വാണ്ട് ഓൾ ഓഫ് യു ടു ടേക്ക് യുവർ ബൈബിൾസ്. എല്ലാവരും വേദപുസ്തകം എടുക്കണം. ആ ഭാഗത്തിൽ തൊട്ട് നിങ്ങൾ വായിക്കണം. ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. ഒരു മിനിറ്റ്, മൈക്ക്. എല്ലാവരും ആ ഭാഗം എടുത്തോ, നിങ്ങൾക്കൂടെ വായിക്കണം. നിങ്ങളെല്ലാവരും കൂടെ വായിക്കണം. സെബെദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും അവൻ്റെ അടുക്കൽ വന്നവനോട്, ഗുരു, ഞങ്ങൾ നിന്നോട് യാചിപ്പാൻ പോകുന്നത് ഞങ്ങൾക്ക് ചെയ്തു തരുവാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ നിന്റെ ഇടത്തും ഇരുപ്പാൻ നാം വരം നൽകണമെന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, നിങ്ങൾ യാചിക്കുന്നത് ഇന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ നൽകുന്ന സ്നാനം ഏൽപ്പാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചതിന് കഴിയുമെന്ന് അവർ പറഞ്ഞു. യേശു അവരോട്,
ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുകയും ചെയ്യും. നിശ്ചയം എൻ്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം നൽകുന്നതോ എൻ്റേതല്ല, ആർക്ക് ഒരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു. അത് യേശു 10 പേര് കേട്ട് അതിശേഷം 10 പേര് കേട്ടിട്ട് യാക്കോബിനോടും യോഹന്നാനോടും നീരസപ്പെട്ടു തുടങ്ങി. യേശു അവരെ അടുക്കി വിളിച്ചവരോട്, ജാതികളിൽ അധിപതികളായവർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു, അവരിൽ മൗത്തുകളായവർ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുത്. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാവരും ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനും മറുവിലയെ കൊടുപ്പാനും അത്രേ വന്നത്. താങ്ക് യു. നിങ്ങളെല്ലാവരും വായിച്ചെന്ന് കരുതിയാണ്. വീണ്ടും നിങ്ങൾക്ക് 1 മിനിറ്റ് എടുക്കാം. അതിനുശേഷം നിങ്ങളെ സ്പർശിച്ച വൺ വേർഡ് ദാറ്റ് ഹസ് സ്ട്രക്ക് യുവർ മൈൻഡ്, നിങ്ങളെ ടച്ച് ചെയ്ത ഒരു വാക്ക്. നിങ്ങൾക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും നിങ്ങൾ മൊബൈൽ എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന് ലിങ്കുണ്ട്. നിങ്ങളെ ടച്ച് ചെയ്ത ഒരു വാക്ക് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. അത് നിങ്ങളുടെ ധ്യാനമായി ഈ സെഷനിൽ നിങ്ങൾ കൂടെ കൊണ്ടുപോകണം. ഐ വാണ്ട് യു ടു ക്യാരി ദിസ് ഫോർവേഡ്. ഈ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധയോടെ വായിച്ചിട്ട് നിങ്ങളെ സ്പർശിച്ച ഒരു വാക്ക് അത് റിപ്പീറ്റ് ചെയ്ത് വന്നാലും സാരമില്ല, സ്ക്രീനിലേക്ക് നിങ്ങൾക്ക് നൽകാം. എല്ലാവരും വായിക്കണം. അതുകൊണ്ടാണ് ഐ വാണ്ട് ഓൾ ഓഫ് യു ടു റീഡ് ത്രൂ ആൻഡ് വൺ പർട്ടിക്കുലർ വേർഡ് ദാറ്റ് ഹസ് സ്ട്രക്ക് യുവർ മൈൻഡ്. മറുവില, സെവിറ്റ്യൂഡ്, importance, ransom, result, hope. നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ഇടാം. ലൈഫ്, ഗോഡ്, നിത്യജീവൻ. ഈ ഭാഗത്തുള്ള ഒരു വാക്ക് ദാസൻ, ശുശ്രൂഷിപ്പാൻ, eternity. 1 മിനിറ്റ് എടുക്കാം. ഓക്കെ. താങ്ക് യു. നിങ്ങളെല്ലാവരും വളരെ കൃത്യമായിട്ടുള്ള വാക്കുകളാണ് ഐഡൻറ്റിഫൈ ചെയ്തത്. നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോഴും നമുക്ക് തീർച്ചയായും ധ്യാനിക്കാനുള്ള നല്ലൊരു എക്സസൈസാണിത്. നിങ്ങളെ സ്പർശിക്കുന്ന വാക്കുകൾ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം, നിങ്ങൾക്കതൊന്ന് എടുത്തെഴുതി വെക്കാം. അങ്ങനെ നിങ്ങൾക്ക് തീർച്ചയായും ധ്യാനിക്കുന്നതിന് രാവിലെ നിങ്ങളുടെ മോർണിംഗ് ഡിവോഷൻ സമയം നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കും. ഒരു വാക്കെടുക്കുക, ആ വാക്ക് ധ്യാനിക്കുക, ആ വാക്കിൽ നിന്ന് ഒരു പ്രാർത്ഥന ഡെവലപ്പ് ചെയ്യുക. ഒരു നല്ല എക്സസൈസാണ്. നമുക്ക് ഒത്തിരി സമയം എടുത്ത് ചെയ്യാൻ ഉള്ള സാവകാശമില്ല എന്ന് എനിക്കറിയാം. മർക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ശക്തീകരണം ശിഷ്യത്വമാണ്. ഡിസൈപ്പിൾഷിപ്പ് ആണ് മർക്കോസിന്റെ സുവിശേഷത്തിൻ്റെ എംഫസിസ് എന്ന് പറയുന്നത്. അതിനൊരു കാരണമുണ്ട്. നമുക്കറിയാം, മർക്കോസിന്റെ സുവിശേഷമാണ് ആദ്യം എഴുതപ്പെട്ട സുവിശേഷം. അങ്ങനെ ഒരു സുവിശേഷം എഴുതുന്നതിന് പിന്നിലും ഒരു കാരണമുണ്ട്. യേശുക്രിസ്തുവിനോട് ഏറ്റവും അടുത്ത് ചേർന്നിരുന്ന ശിഷ്യന്മാർ, ജെറുസലേം കമ്മ്യൂണിറ്റി എന്ന് പറയും, ഈ കർത്താവിൻ്റെ ചങ്ക് ബഡീസ്, അവരെല്ലാവരും വലിയ ഭീതിയിലൂടെ കടന്നു പോകുന്നൊരു കാലമായിരുന്നു. കാരണം ക്രിസ്തുവിന് സംഭവിച്ച അതേ ഫെയ്റ്റ് തന്നെ അവർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വലിയ പേഴ്സിക്യൂഷനിലൂടെ ചേർച്ച് പോവുകയാണ്. ആ പേഴ്സിക്യൂഷൻ്റെ മധ്യേ അവർ തകർന്നു പോകരുത്, അവരിതിട്ടിട്ട് പോകരുത്. എന്താണ് കർത്താവിൻ്റെ ശിഷ്യനാകുക എന്നുള്ളത് അവരെ കോൺസ്റ്റൻ്റ്ലി റിമൈൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു മർക്കോസിൻ്റെ സുവിശേഷത്തെ കുറിച്ചുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഡിസൈപ്പിൾഷിപ്പ് എന്നുള്ള തീമാണ് നമ്മൾ ഉടനീളം ഇതിൽ കാണുന്നത്.
ആശങ്കയിലൂടെ കടന്നു പോകുന്ന ഒരു പറ്റം ആളുകൾ, സഹനത്തിലൂടെ കടന്നു പോകുന്ന ഒരു പറ്റം ആളുകളെ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ളതാണ്. നമുക്കറിയാം, മർക്കോസിന്റെ സുവിശേഷത്തിൽ 3 തവണയാണ് യേശു തൻ്റെ മരണത്തെക്കുറിച്ച് മുൻകൂട്ടി പറയുന്നത്, ദാറ്റ് ഐ ആം ഗോയിങ് ടു ഡൈ. അപ്പോഴൊക്കെ ശിഷ്യന്മാരുടെ ഭാഗത്ത് നിന്ന് റെസിസ്റ്റൻസ് ഉണ്ടാകുന്നുണ്ട്. 3-ാമത്തെ പ്രാവശ്യം മെൻഷൻ ചെയ്യുന്നതാണ് ഇപ്പോൾ വായിച്ച ഭാഗത്തിന് തൊട്ട് മുകളിലുള്ള ഭാഗത്ത് കാണുന്നത്. കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാനിതാ കൊല്ലപ്പെടാൻ പോകുകയാണ്, എൻ്റെ ജീവിതം ഇതാ അവസാനിക്കാൻ പോകുകയാണ്. ഇത് കർത്താവ് പറയുകയാണ്. അപ്പോൾ അതിനുശേഷമാണ് ശിഷ്യന്മാർ യോഹന്നാനും യാക്കൂബും യേശുവിൻ്റെ അടുക്കൽ വന്ന് ഒരു അഭ്യർത്ഥന കർത്താവിൻ്റെ മുമ്പിൽ കഴിക്കുന്നതാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഇത് യാക്കോബ് യോഹന്നാനും മാത്രമല്ല, നമ്മളിവിടെ വായിക്കുന്നു എല്ലാ ശിഷ്യന്മാരും ദേ ഓൾ ഹാഡ് ദ സെയിം കൺസേൺ. അതിന് തൊട്ടുമ്പത്തെ ഭാഗത്ത് പത്രോസ് വന്ന് കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, കർത്താവേ, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിക്കുന്നു, സോ വാട്ട് ആർ വി ഗോയിങ് ടു ഗെറ്റ്? ഞങ്ങൾ നിന്റെ ശിഷ്യന്മാരായി തീർന്നിരിക്കുകയാണ്. ബീൻ ഫോളോയിങ് യു, വി ഹാവ് ലെഫ്റ്റ് എവറിഥിങ്, ആൻഡ് വാട്ട് ആർ വി ഗോയിങ് ടു ഗെറ്റ്? ഒരു മാർത്തോമക്കാരനായിരിക്കുന്നതിൽ, ഒരു മാർത്തോമ യൂണിവേഴ്സിറ്റി അംഗമായിരിക്കുന്നത് കൊണ്ട് എനിക്ക് എന്ത് കിട്ടും എന്നുള്ള ചോദ്യം ചിലപ്പോഴെങ്കിലും, അല്ലെങ്കിൽ ഇതിനൊക്കെ പോകുന്നതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും എന്നുള്ള ചോദ്യം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകാം. ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് കർത്താവ് പറയാൻ ശ്രമിക്കുന്നത്. കർത്താവോട് പറയുകയാണ്, നമ്മളെന്താ വായിക്കുന്നത്? ജാതികളിൽ അധിപതികളായവൾ നിങ്ങൾ കർത്തൃത്വം ചെയ്യുന്നു, അല്ലേ? ഹൂ ഈസ് ഗവേണിങ് യു, ഹൂ ഈസ് കൺട്രോളിങ് യു? നിങ്ങൾ ആ ഭാഗം ഒന്ന് എടുത്ത് നോക്കിയേ. വളരെ കൃത്യമായി പറയുന്നു, ജാതികൾ, അതിൻ്റെ 42-ാം വാക്യം, ജാതികളിൽ അധിപതികളായവർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു, അവരിൽ മഹത്തുക്കളായവർ അവരുടെ മേൽ അധികാരം നടത്തുന്നു. സോ ഹൂ ഈസ് കൺട്രോളിങ് യു? പേഗനിസം, ജാതീയത എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ബൈ ബർത്ത്. ഒരാൾ ജാതി ആകുന്നത് യേശുക്രിസ്തുവിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് someone is a pagan. ഒരാൾ ജാതി ആകുന്നത് അയാളുടെ ജന്മം കൊണ്ടല്ല, അല്ലെങ്കിൽ to be an Israelite is not by your birth, it's not defined by your birth, but by your choices. കർത്താവ് വളരെ വ്യക്തമായി പറയുന്നൊരു കാര്യമാണ്, നോട്ട് ബൈ ബർത്ത് ബട്ട് ബൈ യുവർ ചോയ്സസ്. ഇസ്രയേൽ എന്നുള്ള ഒരു വംശീയമായ ഐഡന്റിറ്റി അല്ല. അതുകൊണ്ടാണ് കർത്താവ് നഥനയേലിനെ കുറിച്ച് പറയുന്നത്, ഇവൻ സാക്ഷാൽ ഇസ്രയേലിയൻ, കപടമില്ല. ആരാണ് സാക്ഷാൽ ഇസ്രയേലിയൻ? കപടമില്ലാത്തയാളാണ്. the one who lives out his convictions. ഇവിടെ കർത്താവ് പറയാണ്, നിങ്ങൾ ജാതികളെ പോലെ ആകരുത്, നിങ്ങളെ നിയന്ത്രിക്കുന്ന ലോർഡ്സ് ഓവർ, അല്ലേ? നമ്മൾ മലയാളത്തിലൊക്കെ ഗ്രാമർ പഠിച്ചിട്ടുണ്ട്, സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, ദ വൺ ഹു കൺട്രോൾസ്. അതാണ്, കർത്തൃത്വം ചെയ്യുന്നയാളാണ് കർത്താവ്. അപ്പോൾ ജീവിതത്തെ നിയന്ത്രിക്കുന്നയാളാണ് കർത്താവ്. അപ്പോൾ ഈ ലോകത്തിൻ്റെ ട്രെൻഡുകളാണോ നിങ്ങളെ ഗവേൺ ചെയ്യുന്നത്, നിങ്ങളെ നിയന്ത്രിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് കർത്താവ് ഇവിടെ അവിടെ മുമ്പിലേക്ക് വെക്കുന്നത്. സോ വാട്ട് ഈസ് ദറ്റ് കൺട്രോളിങ് യു? നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന എന്തോ അതാണ് നിങ്ങളുടെ അഭിനിവേശത്തെയും നിങ്ങളുടെ ഇൻസ്പിറേഷനെയും ഡിഫൈൻ ചെയ്യുന്നത്. So what is that controlling you? Are you all being controlled? Are you all being governed by the trends of the world? ഇതാണ് കർത്താവ് അവരോട് ചോദിക്കുന്ന ചോദ്യം. സോ അന്നത്തെ കാലത്തെ 4 ആസ്പിറേഷൻസും ഇൻസ്പിറേഷൻസും പറഞ്ഞുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകാം. Are you with me? Are you with me? No, I want an emphatic yes. Are you with me? Thank you. 4 കാര്യങ്ങൾ. ഒന്ന്, ഓണർ ആൻഡ് ഷെയിം. ഞാൻ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുക, അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ ശ്രമിക്കുന്നത്. അന്നത്തെ കാലത്ത് പബ്ലിക് റെപ്യൂട്ടേഷൻ വാസ് എവറിത്തിങ്. ഒരു പൊതു സ്വീകാര്യതയാണ് 4 ആളുടെ മുമ്പിൽ മോശം പറയരുത്. സോ എവറിബഡി വാണ്ടഡ് ടു പ്രൂവ് ദംസെൽസ്. ഇന്ന് വിളിക്കുന്ന നമ്മൾ പലരും അങ്ങനെ മറ്റു പലർക്കും വേണ്ടി ജീവിക്കുന്നവരുണ്ടാകാം. സത്യമല്ലേ? യു വാണ്ട് ടു ബി ഓണേർഡ്, യു വാണ്ടഡ് ടു ബി റിസീവ്ഡ്, അല്ലേ? നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടിയുള്ള പരിപാടികൾക്ക് നമുക്കറിയാലോ, അല്ലേ? സോ മാക്സിമം ഫോളോവേഴ്സ് ഉണ്ടാകുക. അൽവിൻ സാർ പറഞ്ഞ പോലെ നമ്മിൽ പലരും വി ആർ ഓൾ വിക്ടിംസ് ഓഫ് ഷെയിം, നോട്ട് ഏബിൾ ടു മീറ്റ് ദ സൊസൈറ്റൽ സ്റ്റാൻഡേർഡ്സ്. ഈ സമൂഹം നമ്മുടെ മുമ്പിൽ വെക്കുന്ന ചില സ്റ്റാൻഡേർഡ്സ്, സക്സസിൻ്റെ സ്റ്റാൻഡേർഡ്സ് മീറ്റപ്പ് ചെയ്യാൻ കഴിയാതെ സ്ട്രഗിൾ ചെയ്യുന്ന ചിലരെങ്കിലും ഇവിടെ ഉണ്ടാകാം. ഞാൻ ഇന്ന് നിങ്ങളോടാണ് സംസാരിക്കുന്നത്. നമ്മുടെ പ്രായത്തിലുള്ള പലരും ഒരുപക്ഷെ വളരെ നന്നായി ജീവിതത്തിൽ മുന്നേറുന്നുണ്ടാകാം, ചിലപ്പോൾ സെറ്റിൽ ചെയ്തിട്ടുണ്ടാകാം. യു മൈറ്റ് ബി സ്റ്റിൽ സ്ട്രഗ്ലിംഗ്. ഈ ഒരു ഓണർ ആൻഡ് ഷെയിമിൻ്റെ ട്രാപ്പിൽ
പെട്ടുപോയ ആളുകളുണ്ടാകാം. സത്യമല്ലേ? എത്രയും പെട്ടെന്ന് സെറ്റിലാകുക, എത്രയും വേഗം എല്ലാവരുടെയും അക്സെപ്റ്റൻസ് നേടുക. അങ്ങനെ ജീവിതത്തിൽ നിന്ന് ഓടി ഒളിക്കുന്ന പലരുമുണ്ട്. ആരെയും ഫേസ് ചെയ്യാൻ കഴിയാതെ, പുറത്തിറങ്ങാൻ കഴിയാതെ സ്ട്രഗിൾ ചെയ്യുന്ന ചിലരെങ്കിലും ഇന്നിവിടെ ഉണ്ടാകാം. അങ്ങനെയുള്ള പലരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. രണ്ട്, വളരെ ഹൈറാർക്കിക്കലായിട്ടുള്ള സിസ്റ്റമാണ് ശ്രേണീബദ്ധം. സീസർ ചക്രവർത്തിയിൽ തുടങ്ങി ഒരു അടിമ വരെ നിൽക്കുന്ന വളരെ കൃത്യമായ ശ്രേണികളുള്ള ഹൈറാർക്കിയുള്ള ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഇതിൽ എത്രമാത്രം മുകളിലേക്ക് പോകുന്നോ അത്രത്തോളം ഒരാൾ അക്കംപ്ലിഷ്ഡ് ആയി. The more you climb up, the more accomplished you are. ഇവിടെയും പ്രശ്നം അത് തന്നെയാണ്. മുകളിലേക്ക് കയറുക എന്നുള്ളതാണ്. ഹൈറാർക്കിക്കലി മുകളിലേക്ക് കയറുക എന്നുള്ളതാണ് ഒരാളുടെ ജന്മ സാഫല്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഞാൻ പെട്ടെന്ന് പറയട്ടെ. 3, പേട്രൻ ക്ലൈൻറ്റ്. പേട്രൻ ക്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഉടമ അടിമ ബന്ധം. നമുക്കറിയാം, patron is someone who is wealthy and powerful, and he or she is the one who controls everybody else. ഇന്ന് നമ്മളെല്ലാം ക്ലയൻസ് ആണ്, നമ്മളെല്ലാം സബ്സ്ക്രൈബേഴ്സ് ആണ്. We all subscribe to certain ideas, certain ideologies. We all subscribe to certain things in the world. ഇങ്ങനെ ക്ലയൻറ്റുകളെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ത്യയുടെ എക്കണോമിക് ടൈംസിൻ്റെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ 1% സമ്പത്ത്, അല്ല 99% സമ്പത്ത് 1% ആളുകളുടെ കയ്യിലാണ് എന്നുള്ളതാണ് സത്യം. സോ അവരാണ് നിയന്ത്രിക്കുന്നത്. നമ്മൾ എന്ത് കഴിക്കണം, നമ്മൾ എന്ത് കുടിക്കണം, നമ്മൾ എന്ത് ചിന്തിക്കണം, നമ്മൾ എന്ത് കാണണം. ക്ലയൻറ്റുകളെ സൃഷ്ടിക്കുന്ന ഒരു കാലമാണ്. നമ്മളെല്ലാവരെയും ബയേഴ്സ് ആക്കി തീർക്കുന്ന, അല്ലേ? നമ്മൾ പോലും അറിയാതെ എത്രയോ കാര്യങ്ങളാണ് നമ്മൾ വാങ്ങിച്ചു കൂട്ടുന്നത്. അതൊക്കെ ശരിക്കും ആവശ്യമുള്ള കാര്യങ്ങളാണോ? സംശയം. സോ പേട്രൻ ക്ലൈൻറ്റ്, ഇതൊക്കെ ഒത്തിരി പറയണമെന്നുണ്ട്, ഞാൻ മുമ്പോട്ട് പോവുകയാണ്. 4, റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ് നെക്സസ്. മതവും രാഷ്ട്രീയവും തമ്മിലുള്ള ഒരു അവിശുദ്ധ ബന്ധം, കൂട്ടുകെട്ട്. അതിനെക്കുറിച്ച് ഒത്തിരി പറയാനുണ്ട്. പക്ഷേ ഒരു കാര്യം മാത്രം പറയാം. എംപറർ കൾട്ടുണ്ട്. ചക്രവർത്തി ദൈവമാകുന്ന, സീസർ ഈസ് ലോർഡ്, ചക്രവർത്തി ദൈവമാണെന്ന് പറഞ്ഞു പഠിപ്പിക്കുകയും ദൈവത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു പഠിപ്പിക്കുകയും ശ്രമിച്ച ഒരു കാലഘട്ടം. ഇന്നും അങ്ങനെ തന്നെയാണ്. ഒരു പ്രധാന ആരാധനാലയത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്. എല്ലാ മതത്തിൻ്റെയും ജാതിയുടെയും കണ്ണിലൂടെ കാണാൻ ശ്രമിക്കുന്നു. ഇന്ന് കേരളത്തിൽ പ്രധാനമായും 2 ഫാൻസ് അസോസിയേഷൻ തമ്മിലുള്ള ഭയങ്കര പോരാട്ടം നടക്കുന്ന സമയമാണ്. അത് മുഴുവൻ ജാതി, നിങ്ങൾ കമൻറ്റുകൾ നോക്കിയാൽ മതി. കൃത്യമായി മതത്തിൻ്റെ പേരിലുള്ള വേർതിരിവുകൾ, സിനിമ, കല, രാഷ്ട്രീയം, എല്ലാ മേഖലകളെയും ഗ്രസിച്ചിരിക്കുന്ന ഒരു കാലമാണ്. നമ്മളൊക്കെ ചുമ്മാ അതിനോട് ഇങ്ങനെ റിയാക്ട് ചെയ്ത് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇന്നത്തെ ഗവേണിംഗ് ട്രെൻഡ്സ്? നിങ്ങൾക്ക് വീണ്ടും ഇന്ന് നമ്മളെ നിയന്ത്രിക്കുന്ന ട്രെൻഡുകൾ എന്താണ് എന്ന് നമുക്കൊരു നിമിഷം നിങ്ങൾ ഒന്ന് പോസ്റ്റ് ചെയ്യാമോ? വി ബീൻ ഡിസ്കസിങ് ദിസ് ഫോർ ക്വൈറ്റ് സം ടൈം. ഇന്ന് നമ്മുടെ മുമ്പിലെ ട്രെൻഡുകൾ എന്തൊക്കെയാണ്? നമ്മളെ നിയന്ത്രിക്കുന്ന, നമുക്ക് ആവേശം പകരുന്ന, നമ്മൾ ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്ന ട്രെൻഡുകൾ എന്തൊക്കെയാണ്? ചുമ്മാതെ ഒരു സിറ്റുവേഷൻഷിപ്പ്, റീൽസ്, ഇൻസ്റ്റഗ്രാം, ഇൻഫ്ലുവൻസേഴ്സ്, പർട്ടിക്കുലറായിട്ടുള്ള ചില ട്രെൻഡുകൾ. നമുക്കറിയാം, മൈഗ്രേഷൻ ട്രെൻഡ്. ഞാൻ ശുശ്രൂഷിച്ച ഇടവകയിൽ നിന്ന് ആ യൂണിവേഴ്സിറ്റിയിലെ 90% ആളുകളും ഒറ്റ സ്ഥലത്തേക്ക് പോയത് ഞാനിങ്ങനെ ഓർക്കുകയാണ്. ട്രെൻഡാണ്. നിങ്ങൾക്കറിയാമോ, മൈഗ്രേറ്റ് ചെയ്തതിൽ നല്ല ശതമാനം സുഹൃത്തുക്കളും വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നൊരു കാലമാണ്. ദേ നോട്ട് ഏബിൾ ടു സർവൈവ്. നാട്ടിൽ നിന്ന് പണം അയച്ചു കൊടുത്ത് ജീവിക്കുന്ന സുഹൃത്തുക്കൾ നമ്മുടെ ഇടയിലുണ്ട്. ഇതിനെക്കുറിച്ച് ഒരാൾ പറഞ്ഞ ഹേർഡ് മെൻറ്റാലിറ്റി എന്നാണ്, അല്ലേ? നമ്മളിങ്ങനെ ഒഴുകുകയാണ്, നമ്മളിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്, ട്രെൻഡുകൾക്കനുസരിച്ച് ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ട്രെൻഡുകൾക്കനുസരിച്ച് ഒഴുകുക എന്നുള്ളതല്ല ഒരു ശിഷ്യനെക്കുറിച്ച് ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നതിനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ട്രെൻഡുകളുടെ മധ്യേ കർത്താവ് അവരോട് പറയുകയാണ്, what inspires you to have the right aspirations? What inspires you to aspire in Jesus' way? കർത്താവിൻ്റെ
പ്രചോദനങ്ങൾ എന്തായിരുന്നു, അവൻ്റെ അഭിലാഷങ്ങളിലേക്ക് അവനെ നയിച്ച പ്രചോദനങ്ങൾ എന്താണ് എന്നുള്ളത് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. 3 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതുവരെ നമ്മൾ പറയാൻ ശ്രമിച്ച കാര്യം അന്നത്തെ ട്രെൻഡുകളെക്കുറിച്ചാണെങ്കിൽ, ഇനി നമ്മൾ എങ്ങനെയാണ് കർത്താവ് തൻ്റെ ആസ്പിറേഷൻസിനെ ഈ ട്രെൻഡുകളുടെ മധ്യേ ഡിഫൈൻ ചെയ്തതെന്നുള്ളതാണ്. ഒന്ന്, ആസ്പിറേഷൻസ് ബിഹൈൻഡ് പ്രെയർ. പ്രാർത്ഥനയുടെ പിന്നിലെ അഭിലാഷങ്ങൾ എന്താണ് എന്നുള്ളത്. പ്രെയർ ഈസ് ദ ട്രൂ റിഫ്ലക്ഷൻ ഓഫ് അവർ ആസ്പിറേഷൻസ് എന്ന് പറയാറുണ്ട്. നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങളുടെ ട്രൂ റിഫ്ലക്ഷനാണ് പ്രാർത്ഥനകൾ എന്ന് പറയുന്നത്. ഇവിടെ ശിഷ്യന്മാർ വന്ന് കർത്താവിനോട് പറയുകയാണ്, നിങ്ങൾ നോക്കിയേ, ഞങ്ങൾ നിന്നോട് യാചിപ്പാൻ പോകുന്നത് നീ ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അപ്പോൾ കർത്താവ് തിരിച്ച് അവരോട് ചോദ്യം ചോദിക്കുന്നുണ്ട്, ഡു യു റിയലി അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ പ്രേയിങ്? നീ ശരിക്കും മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾ എന്താണ് പ്രാർത്ഥിക്കുന്നതെന്ന്? ഓർ ഡു യു റിയലി മീൻ വാട്ട് യു പ്രേ? നിങ്ങൾ ശരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, ഡു യു റിയലി മീൻ വാട്ട് യു സിങ്? നമ്മളിന്ന് പല പാട്ടുകൾക്കും ചുവട് വെക്കുമ്പോൾ തീർച്ചയായും അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ടാണോ നമ്മൾ ചുവട് വെക്കുന്നത്? ഇന്ന് ആരാധന എന്ന് പറയുന്ന ഒരു ഇമോഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇന്ന് റീലുകൾ ഉണ്ടാക്കുകയാണ് അല്ലേ? വിശുദ്ധ കുർബാന കേൾക്കുമ്പോൾ നമുക്ക് കുളിരുണ്ടാകണം. അത് റീലുകളാക്കി സോഷ്യൽ മീഡിയയിൽ ഒന്ന് അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒട്ടും സമാധാനമില്ല. അപ്പോൾ പ്രാർത്ഥനകൾ നമ്മുടെ ഇമോഷനെ കേറ്റർ ചെയ്യുന്ന, നമ്മളെ എക്സൈറ്റ് ചെയ്യുന്ന, നമ്മുടെ ഡോപ്പമിൻ ലെവൽ ഹൈ ആക്കുന്ന ഒരു എൻഗേജ്മെൻ്റായി പലപ്പോഴും തീർന്നു പോകാറുണ്ട്. അവിടെ പ്രാർത്ഥനയെ കർത്താവ് കൺഫ്രണ്ട് ചെയ്യുകയാണ്. പ്രെയർ ഇസ് നോട്ട് എ മോണലോഗ്. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ കേവലം അങ്ങോട്ട് പറയുന്ന ചില കാര്യങ്ങൾ മാത്രമല്ല. ക്രിസ്തു വളരെ വ്യക്തമായി അത് പറയുന്നുണ്ട്. പ്രാർത്ഥന എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ട്രാൻസാക്ഷൻ, ഇറ്റ്സ് നോട്ട് ട്രാൻസാക്ഷണൽ ബട്ട് ട്രാൻസ്ഫോർമേഷണൽ. ദൈവഹിതം അറിയുന്നതിന് ദൈവസന്ധി നമ്മൾ ചെലവഴിക്കുന്ന സമയമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ക്രിസ്തുവിനെ തിരുമേനി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പ്രാർത്ഥന ദൈവത്തിന് മാനസാന്തരം വരുത്താനാണോ അതോ നിങ്ങൾക്ക് മാനസാന്തരം ഉണ്ടാകാനാണോ? ദൈവത്തോട് പറഞ്ഞു, കർത്താവേ നീ ഇങ്ങനെയൊക്കെ ആകണം, ആയേ പറ്റൂ എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിന് ഡു യു വാണ്ട് ഗോഡ് ടു ഹാവ് റിപ്പൻറ്റൻസ് അതോ നമ്മെ മാറ്റുന്നതിനാണോ? ഗെത്സമനിയിൽ കർത്താവിൻ്റെ പ്രാർത്ഥന നമ്മുടെ മുമ്പിൽ ഒരു വലിയ വെല്ലുവിളിയാണ്. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം പോലെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞ ദൈവത്തിന് തന്നെ സമർപ്പിച്ചു കൊടുത്ത വേളയാണ് കർത്താവിൻ്റെ പ്രാർത്ഥനാ വേള. ഞാൻ ചോദിച്ചോട്ടെ, എക്സാം വരുമ്പോൾ, ലൈഫിൽ സ്ട്രഗിൾസ് ഉണ്ടാകുമ്പോൾ മാത്രം ഓടിയെത്തേണ്ട ഒരിടമാണോ, നമ്മുടെ ഹൃദയം പകരുന്ന ഒന്ന് മാത്രമാണോ പ്രാർത്ഥന? സോ why do you pray? Prayer is nothing but discerning divine aspirations. യേശുവിൻ്റെ അടുക്കൽ വരുന്ന ശിഷ്യന്മാരോട് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വൈ ഹാവ് യു കം? ചോദിക്കണം, നിങ്ങൾ അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടോ എന്നെ അന്വേഷിക്കുന്നത്? നിങ്ങളുടെ ചില താല്പര്യങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റുന്നതിന് വേണ്ടി മാത്രമാണോ എൻ്റെ പിന്നാലെ വരുന്നത്? അതോ അതിനപ്പുറമായി ഡു യു റിയലി വാണ്ട് ടു ഡിസേൺ ദ പർപ്പസ് ഓഫ് യുവർ ലൈഫ്? ദൈവഹിതം തിരിച്ചറിയുന്നതിനും അതിൽ തന്നെ നിൽക്കുന്നതിനുമുള്ള ബലം നിങ്ങൾ നേടുന്നതാണോ പ്രാർത്ഥന എന്നുള്ളത്? പ്രെയർ മസ്റ്റ് ബി ട്രാൻസ്ഫോർമേഷണൽ. ഓരോ തവണ പ്രാർത്ഥിക്കുമ്പോഴും അത് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഒന്നായി തീരണം. ഓരോ തവണ ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും, ഓരോ തവണ ഞാൻ വിശുദ്ധ കുർബാന കൈക്കൊള്ളുമ്പോഴും എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് അത് മുഖാന്തരമായി തീരണം. ഇറ്റ് മസ്റ്റ് ടച്ച് മൈ ലൈഫ്. തിത്തോസ് പറയുന്ന ഒരു കാര്യമാണ്, ശബരിമലയ്ക്ക് പോകാൻ ഒരാൾ കെട്ടുമുറുക്കി ഒരുക്കം തുടങ്ങിയാൽ പിന്നെ അയാളെ എല്ലാവരും സ്വാമി എന്നാണ് വിളിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കർത്താവിൻ്റെ തിരുശരക്തങ്ങളെ സ്വീകരിക്കുന്ന നമ്മെ നോക്കി ആരും യേശു എന്ന് വിളിക്കാറില്ല, ഒന്നും നമ്മുടെ ജീവിതങ്ങളെ തൊടാറില്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ പ്രാർത്ഥനകളുടെ പിന്നിലെ ആസ്പിറേഷൻസ് എന്താണ്? നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും പറഞ്ഞിട്ട് അതിന് താഴെ ഒപ്പിടുന്ന ഒരാളാണോ? അതിനെ വാലിഡേറ്റ് ചെയ്യുന്ന ഒരാളാണോ കർത്താവ്? ഈ ഒരു ചോദ്യം കർത്താവ് നമ്മുടെ മുമ്പിൽ ചോദിക്കുകയാണ്. 2, the aspiration for power or privilege
യേശുവിൻ്റെ അടുക്കൽ വരുന്ന ശിഷ്യന്മാർ ചോദിക്കുന്ന 2 ചോദ്യങ്ങളാണ്. ഒന്ന്, നിന്റെ ഇടത്തും വലത്തും ഇരിക്കാനുള്ള പ്രിവിലേജ് നൽകുക എന്നുള്ളതാണ്. ഒരു യഹൂദ വിശ്വാസത്തിൽ വലത് സ്ഥാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനേക്കാൾ ഇച്ചിരൂടെ ഇൻഫീരിയറാണ് ഇടത്. പക്ഷേ വലത്തും ഇടത്തും ഇരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ സാധാരണക്കാരെ സംബന്ധിച്ച് ഒരു എർത്തിലി കർത്താവ് ഭൂമിയിൽ സ്ഥാപിക്കാൻ പോകുന്ന ഒരു വലിയ ഒരു രാജ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളായി തീരുക എന്നുള്ളതാണ്. ഈ സാധാരണക്കാരെ സംബന്ധിച്ച് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ സോഷ്യൽ ലാഡറിൽ മേലോട്ട് പോകുക എന്നുള്ളതാണ്. സ്വപ്നം കാണാൻ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തവർക്ക് ഇതാ അധികാരത്തിൻ്റെ ഉത്തമമായ ഏറ്റവും ശ്രേഷ്ഠമായ സ്റ്റെപ്പിലേക്ക് അവർ ഉയരുന്നതിനെക്കുറിച്ച് സ്വപ്നം കാണുന്ന ഒരു സമയമാണ്. അപ്പോൾ എന്താണ് പവർ? പവറിൻ്റെ ഏറ്റവും സിമ്പിൾ ഡെഫിനിഷൻ, പവർ ഇസ് ദ കപ്പാസിറ്റി ടു കൺട്രോൾ ലൈഫ്. മറ്റുള്ളവരെ സ്വാധീനിക്കുവാൻ, മറ്റുള്ളവരിൽ അധികാരം പുലർത്തുവാനുള്ള കപ്പാസിറ്റിയാണ് പവർ എന്ന് പറയുന്നത്. ഇത് ആൻഡ് ഇറ്റ് പെർമിയേറ്റ്സ് ഓൺ എവറി ആസ്പെക്ട്സ് ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ സകല മേഖലകളിലും ഈ പവറിൻ്റെ ഡൈനാമിക്സ് ഉണ്ട്. ഒരു കെയർ ഏട്ടായി നമ്മൾ മാറുന്നതും ആണുങ്ങൾ നമ്മൾ ടോക്സിക് മാസ്കുലിറ്റി എന്നൊക്കെ പറയത്തില്ലേ, കെയർ ഏട്ടായോട് ചോദിക്കാതെ ഞാൻ ഒന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ പവർ ഡൈനാമിക്സിൽ അറിയാതെ നമ്മളും അങ്ങ് പങ്കുചേരുകയാണ്. അതിൽ ഈ പവർ ഡൈനാമിക്സ് നമ്മുടെ റിലേഷൻഷിപ്സിലുണ്ട്, നമ്മുടെ ഫ്രണ്ട്ഷിപ്പിലുണ്ട്, നമ്മുടെ സകല മേഖലകളിലുമുണ്ട് എന്നുള്ളതാണ് സത്യം. സോ ഈ പവറുകളാണ് നമുക്ക് പ്രിവിലേജുകൾ നൽകുന്നത്. വി ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. പല പ്രിവിലേജുകളും നമുക്കുള്ളതാണ് നമ്മളങ്ങ് വി ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. അമ്മയെ പൂമുഖത്തേക്ക് ഒരു ബ്ലാക്ക് ടീ എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തൊരു പ്രിവിലേജ് ഉണ്ടല്ലേ. പൂമുഖത്തേക്ക് ബ്ലാക്ക് ടീമായി അമ്മ വരണം, ഇറ്റ്സ് എ പ്രിവിലേജ്. ചാറുകസാറയിലിരിക്കുക എന്നുള്ളതാണ് മകൻ്റെ പ്രിവിലേജ് അല്ലേ. സോ എല്ലാ മനുഷ്യരും ഇത്തരത്തിൽ ആരെങ്കിലുമൊക്കെ നിയന്ത്രിക്കാനായുള്ള ആഗ്രഹമുള്ളവരാണ്. സർട്ടൻ പ്രിവിലേജസ് നമുക്കുള്ളതാണെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ ജീസസ് വാസ് നോട്ട് ഡിനൈങ് പവർ. പവർ ഇസ് നോട്ട് ഡിനൈഡ്, ബട്ട് ഹി റീഓറിയൻറ്റഡ് പവർ. അധികാരത്തെ അതിനൊരു പുതിയ അർത്ഥവും മാനവും നൽകുവാൻ കർത്താവിന് സാധിച്ചു എന്നുള്ളതാണ്. കർത്താവ് പറയാണ്, ദ പവർ ഈസ് ദ കപ്പാസിറ്റി ടു സെർവ്. മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനുള്ള അധികാരം, പ്രിവിലേജ് നൽകുന്നതാണ് യഥാർത്ഥത്തിൽ പവർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ടു അപ്ലിഫ്റ്റ് അതേഴ്സ്. മറ്റുള്ളവരെ ജീവിതത്തിൽ കൈപിടിച്ചുയർത്തുന്നതിനും മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരുവാനുമുള്ള ചോയ്സ് നിങ്ങൾക്ക് നൽകുന്ന പ്രിവിലേജാണ് പവർ എന്ന് പറയുന്നത്. ന്യൂ ടെസ്റ്റ്മെന്റ് കാലഘട്ടത്തിൽ എല്ലാം ഞാൻ പറഞ്ഞ പോലെ എല്ലാം ഓണറുമായും ഷെയിമുമായും ബന്ധപ്പെട്ടാണ് എല്ലാം കണ്ടിരുന്നത്. അപ്പോൾ പവറിനെ എങ്ങനെയാണ് കണ്ടിരുന്നത്? ഒരാളുടെ ജീവിതത്തിൽ എത്രത്തോളം അദ്ദേഹം ഹൈറാർക്കിക്കലി അദ്ദേഹം എന്ത് ഓഫീസ് അദ്ദേഹം വഹിക്കുന്നു, എന്ത് സ്ഥാനം വഹിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഓണർ നൽകുന്നത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ കർത്താവ് പറയുന്നു, വലിയവനാകുവാൻ ആഗ്രഹിക്കുന്ന ആൾ എന്താകണം? ഹി മസ്റ്റ് ബി ദ സെർവൻറ്റ് എന്ന് പറയുകയാണ്. എ ഹയർഡ് സെർവൻറ്റ് ആൻഡ് ദ വൺ ഹു വാണ്ട്സ് ടു ബി ദ ഫസ്റ്റ്. ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്ന ആൾ എന്താകണം? അടിമയാകണമെന്നാണ് പറയുന്നത്. ഡ്യൂലോസ്. ആ പദത്തിൻ്റെ അർത്ഥം ഈ അടിമയ്ക്ക് ചോയ്സ് ഒന്നുമില്ല അല്ലേ. ഇപ്പം നമുക്ക് ഒരു ഹയർഡ് സെർവൻ്റ് ആണെങ്കിൽ കൂലി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു പോവാം. പക്ഷേ അടിമയെ സംബന്ധിച്ച് ഹി ഓർ ഷീ ഹാസ് നോ അതർ ചോയ്സ്. ഹി ഹാസ് ഓൺലി വൺ മാസ്റ്റർ. അപ്പോൾ വി ഹാവ് നോ അതർ ചോയ്സ് അതർ ദാൻ ടു സെർവ്. നമുക്ക് ശുശ്രൂഷിക്കുക അല്ലാതെ മറ്റു ചോയ്സ് ഇല്ലാത്തവണ്ണം നമ്മൾ മാറുക എന്നുള്ളതാണ്. ഇവിടെ കർത്താവ് പാനപാത്രത്തെക്കുറിച്ചാണ് പറയുന്നത്, കപ്പ്. അതും നമ്മൾ അധികാരവുമായി ബന്ധപ്പെട്ട് കാണുന്നൊരു വാക്കാണ്. പാനപാത്രം റോയൽ ടേമാണ്. അതിനെ കർത്താവ് സഹനത്തിൻ്റെ അടയാളമാക്കി തീർക്കുകയാണ്. ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? ജീസസ് ഇൻ ബ്ലൂ ജീൻസ് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്, പഴയ പുസ്തകമാണ്. അതിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന യേശുവിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട്, ദ പോയിസ് നേച്ചർ ഓഫ് ജീസസ്. പോയിസ് നേച്ചർ എന്ന് പറഞ്ഞാൽ എല്ലാറ്റോടും കർത്താവ് അകലം പാലിച്ചു. രാജാവാക്കുവാൻ ആളുകൾ ശ്രമിക്കുമ്പോഴും അവൻ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. ബിക്കോസ് ഹി ഓൾവേസ് മെയിൻറ്റെയിൻഡ് എ ഡിസ്റ്റൻസ് ഓഫ് ഹിസ് പേർപ്പസ്. അവൻ്റെ ജീവിതത്തിൽ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച്, ദൗത്യത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം അവനെ എല്ലാറ്റിൽ നിന്നും ഒരു അകലം പാലിക്കാനിടയായി തീർന്നു. ഇന്ന് പിടിക്കുന്ന പലരും പല ഹെൽപ്പിംഗ് പ്രൊഫഷനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാകാം, നേഴ്സുമാരാകാൻ ആഗ്രഹിക്കുന്ന ചിലരെങ്കിലും ഉണ്ടാകും. എന്താണ് നിങ്ങളെ ഡ്രൈവ് ചെയ്യുന്ന നിങ്ങളുടെ ഇൻസ്പിറേഷൻ അല്ലേ? വെല്ലൂരിൻ്റെ ഇൻ്റർവ്യൂവിനൊക്കെ സഭയുടെ സ്പോൺസർഷിപ്പ് ഇരിക്കുമ്പോൾ
ശുശ്രൂഷിക്കണം. നമ്മൾക്ക് എവിടെയാണ് ശുശ്രൂഷിക്കേണ്ടത്? ഞാൻ പുറത്തു പോകുന്നതിനെക്കുറിച്ചൊന്നും മോശമായിട്ട് പറയല്ല. എന്താണ് നമ്മുടെ ഇൻറ്റൻഷൻ എന്നുള്ളത് വളരെ പ്രധാനമാണ്. പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവം നൽകിയിട്ടുള്ള ഏത് പ്രിവിലേജസും അത് ദൈവരാജ്യത്തിനായി ഉപയോഗിക്കാനുള്ളതാണ് എന്ന് മറന്നു പോകരുത്. അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുന്നതിന് ദൈവം നൽകിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് എന്ന് മറന്നു പോകരുത്. ഞാൻ മുമ്പോട്ട് പോവുകയാണ്. ദ ആസ്പിറേഷൻ ഫോർ അക്കംപ്ലിഷ്മെൻറ്റ്, ജീവിതത്തിൻ്റെ സാഫല്യത്തിനായുള്ള അഭിലാഷങ്ങൾ, ജീവിതത്തിൽ ഒരു എല്ലാവരുടെയും ജീവിതം വിജയമാകണമെന്ന് സ്വപ്നം കാണുന്നവരാണ്. വി ഓൾ വാണ്ട് ടു ബി അക്കംപ്ലിഷേഴ്സ്. നമുക്കൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടണമെന്ന് ഭയങ്കര ആവേശമുള്ളവരാണ്. പക്ഷെ ഇവിടെ കർത്താവ് പറയാണ്, ജീവനെ നൽകുന്നതാണ് ജീവൻ്റെ സാഫല്യം എന്ന് പറയുന്നത്. കപ്പ് ആൻഡ് ബാപ്റ്റിസം 2 പദങ്ങളാണ്, പാനപാത്രവും സ്നാനവും. സ്നാനം എന്നുള്ള വാക്ക് പഴയ നിയമത്തിൽ കഷ്ടതകളുടെ പെരുവെള്ള പാച്ചിലിൽ മുങ്ങിപ്പോവാന്ന് അതിനർത്ഥം. കർത്താവിൻ്റെ ഇൻസ്പിറേഷൻ ദൈവത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു. ഇഫ് ഹി ഹാഡ് അവോയ്ഡഡ് ഡെത്ത് ഹി വുഡ് ഹാവ് ബിക്കം ലൈക്ക് ദ ഫസ്റ്റ് ആഡം. ആദ്യ ആദാം ചെയ്തത് എന്താണ്? ആൽവിൻ സാറിനെ കുറിച്ച് പറയുണ്ടായി. മരണം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ശ്രമിച്ചതെങ്കിൽ രണ്ടാമത്തെ ആദാമായ ക്രിസ്തു മരണം ഏറ്റെടുക്കുന്നതിലൂടെ ലോകത്തിന് ജീവൻ നൽകുകയാണ്. സോ ഹിസ് കോളിംഗ് വാസ് ടു ബി വൾണറബിൾ. വൾണറബിൾ ആകുക എന്നുള്ളതായിരുന്നു കർത്താവിൻ്റെ കോളിംഗ്. എന്താ വൾണറബിൾ ആകുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നമ്മൾ കർത്താവിനെ കുറിച്ച് വായിക്കുന്നു, രോമം കത്രിക്കുന്നവൻ്റെ മുമ്പാകെ കുഞ്ഞാടിനെ പോലെ നിന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും തിരിച്ചടിക്കാനുള്ള എല്ലാ സാധ്യതകളുള്ളപ്പോഴും ദൈവരാജ്യം നിമിത്തം അവൻ നിശബ്ദമായി നിന്നു ഉള്ളതാണ് വൾണറബിലിറ്റി. ക്രൂശ് എന്ന് പറയുന്നത് നമുക്കുണ്ടാകുന്ന ചില പേഴ്സണൽ സഫറിങ് അല്ല, നമ്മുടെ ചില കുഴപ്പങ്ങൾ കൊണ്ട് നമ്മൾക്കുണ്ടാകുന്ന ചില പ്രശ്നങ്ങളല്ല ക്രൂശ് എന്ന് പറയുന്നത്. ഇറ്റ്സ് നത്തിങ് പേഴ്സണൽ അത്തരത്തിൽ. മറിച്ച് ഒരു ഹയർ കോളിങ്ങിനായി നമ്മളെടുക്കുന്ന ചില പെയിനാണ്, നമ്മളെടുക്കുന്ന ചില വേദനകളാണ് ക്രൂശ് എന്ന് മറന്നു പോകരുത്. സഫറിങ് ഫോർ എ ഹയർ പേർപ്പസ്. എനിക്കറിയാം ഈ പറയുന്ന വാക്കുകൾ ഒന്നും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകളല്ല, പക്ഷേ വചനം നമ്മെ വളരെ വ്യക്തമായി ഓർപ്പിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. അത്തരത്തിൽ ക്രൂശ് എടുക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് ബോൺഹോവർ പറയുന്ന ഒരാളെ കർത്താവ് വിളിക്കുകയാണെങ്കിൽ അവനോട് മരിക്കാനായി വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷവും ഈ മരണം ഉണ്ടാകണം. നമ്മുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ദൈവസന്നിധിയിൽ നമ്മൾ വേണ്ട എന്ന് വെക്കുന്നതാണ് ഒരു ഇതിൽ മരണം എന്ന് പറയുന്നത്. കർത്താവിൻ്റെ ക്രൂശിലെ സ്വപ്നങ്ങളും താല്പര്യങ്ങളും ഏറ്റെടുക്കുന്നതാണ് അവനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ. ഇഫ് എനിവൺ വാണ്ട്സ് ടു ഫോളോ മീ ഹി ഓർ ഷീ ഹാസ് ടു ടേക്ക് ഹിസ് ഓർ ഹർ ക്രോസ്. അവിടെ തന്നെ ക്രൂശുകൾ എടുക്കുക. ടേക്കിംഗ് യുവർ ഓൺ ക്രോസസ്. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ചില പ്രത്യേകമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിലൂടെ നമ്മൾ സഹിക്കുന്ന ചില സഹനങ്ങളുണ്ട്. അതൊരുപക്ഷെ വീടിന് ചില ഉത്തരവാദിത്തങ്ങളാകാം. ടേക്ക് ഇറ്റ് അപ്പ്. ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ളിലുള്ള ചില നൊമ്പരങ്ങളാകാം, ചിലരെക്കുറിച്ചുള്ള ചില വേദനകളാകാം. ടേക്ക് ഇറ്റ് അപ്പ് ഫോർ ദ ലോർഡ്. എന്നെ വളരെ സ്വാധീനിച്ചൊരു പദമാണ് ക്രിയേറ്റീവ് പോവർട്ടി. സാധാരണ പോവർട്ടി എന്ന് പറയുന്നത് കഷ്ടതയുടെയും നാശത്തിൻ്റെയും ഒക്കെ അടയാളമാണ്. ഇത് സംതിങ് കോൾഡ് ക്രിയേറ്റീവ് പോവർട്ടി. നമ്മൾ നോമ്പിൽ ചെയ്യാൻ ശ്രമിച്ചത് അത് തന്നെയാണ്. നമ്മൾ വിശന്നിരുന്നത് ചിലരുടെ വിശപ്പ് മാറ്റുന്നതിന് വേണ്ടിയാണ്. അത്തരത്തിൽ വളരെ വിൽഫുള്ളായി നമ്മൾ എടുക്കുന്ന ചില വേദനകളാണ്, നമ്മൾ മനഃപൂർവ്വമായി എടുക്കുന്ന ചില റിസ്കുകളാണ് നമ്മളെ ശിഷ്യരാക്കി തീർക്കുന്നതെന്ന് ഓർക്കണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ പരാമർശിച്ച ആളാണ് ബഹുമാനപ്പെട്ട CG അലക്സാണ്ടർ അച്ഛൻ. അച്ഛൻ തൻ്റെ പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഉന്നതമായ സാധ്യതകൾ തൻ്റെ മുമ്പിലുള്ളപ്പോൾ കർത്താവിൻ്റെ വേല തിരഞ്ഞെടുത്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന ഒരാൾ അദ്ദേഹത്തെ ഉപദേശിച്ചു, കുഞ്ഞെ, നിൻ്റെ ജീവൻ നീ കളഞ്ഞല്ലോ. അച്ഛൻ പറയാണ്, അന്നേരം അച്ഛന് ദൈവം നൽകിയൊരു വാക്യമാണ്, നിൻ്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിഞ്ഞു കളക, ഏറിയ നാൾ കഴിഞ്ഞ് നിനക്കത് ലഭിക്കും. ജീവനെ കളയുന്നതിലൂടെയാണ് ഒരാൾ ജീവനെ നേടുക. തൻ്റെ ജീവനെ നേടാൻ ശ്രമിക്കുന്നവൻ അതിനെ കളയുന്നു എന്ന് കർത്താവ് പറയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ, ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ തീർച്ചയായും ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ ഇങ്ങനെ പോകുന്നുണ്ടാകാം. പക്ഷെ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതായി തീരാതെ ജീവിതം ഒരിക്കലും സഫലമാകുന്നില്ല എന്ന് തിരിച്ചറിയണം. എന്താണ് നമുക്കുള്ള അക്കംപ്ലിഷ്മെൻറ്റ്, നമുക്കുള്ള റിവാർഡ് എന്താണ്? കർത്താവ് മനോഹരമായ രൂപം പറയുന്നുണ്ട്. കൂലിക്ക് ആളുകളെ വിളിക്കുന്നത്,
പല സമയത്ത് വന്നവർക്കും ഒരു റിവാർഡാണ്. കർത്താവ് എന്താ പറയാൻ ശ്രമിക്കുന്നറിയാമോ? ഈ ഒരു ദിനാറോ അല്ല നിങ്ങളുടെ പ്രതിഫലം, മറിച്ച് കർത്താവിനായി ജീവിക്കാൻ കഴിയുന്നു, യജമാനായി വേല ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ പ്രിവിലേജ്, നിങ്ങളുടെ റിവാർഡ്. അത് പിതാവ് നിങ്ങൾക്ക് നൽകേണ്ട സമയത്ത് നൽകും. അൽവിൻ സാർ പറഞ്ഞ പോലെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നഷ്ടപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ചില കൊള്ളകൾ ദൈവം ഒരുക്കിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കണം. ആൻഡ് ദാറ്റ് ഈസ് വെയർ യു സെലിബ്രേറ്റ്, യു ഫൈൻഡ് ലൈഫ്, യു സെലിബ്രേറ്റ് ലൈഫ്. ജീവിതം നിങ്ങൾ ആഘോഷിക്കുന്നത് നിങ്ങളുടെ ജീവനെ നിങ്ങൾ ദൈവരങ്ങളിലേക്ക് എറിഞ്ഞു കൊടുക്കുമ്പോഴാണ്. കുഞ്ഞുങ്ങളെ, ഇതൊന്നും വെറും വാക്കല്ല. ഇതുപോലെ ഒരു കോൺഫറൻസിൽ എൻ്റെ ജീവിതത്തെക്കുറിച്ച് എന്താണ് ദൈവം ആഗ്രഹിക്കുന്നറിയാതെ ഞാൻ വളരെ സ്ട്രഗിൾ ചെയ്യുന്ന, എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് PGക്ക് എന്തെടുക്കണമെന്നറിയാതെ ഞാൻ വളരെ സ്ട്രഗിൾ ചെയ്ത് പ്രാർത്ഥനയോടെ ഇരുന്ന ഒരു സ്റ്റുഡൻസ് കോൺഫറൻസിൽ വത്സൻ തമ്പുവച്ചൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് എൻ്റെ ലൈഫ് ഡിഫൈനിങ് മൊമെൻ്റ് ആയി തീർന്നത്. 2007 കോൺഫറൻസിൽ അച്ഛൻ മൈക്കിലൂടെ ഇങ്ങനെ പറഞ്ഞു, when you ascend you will have experiences and those experiences will be your resources. അയക്കപ്പെട്ടാൽ അനുഭവങ്ങൾ ഉണ്ടാകും, അനുഭവങ്ങൾ നിങ്ങളുടെ വിഭവങ്ങളായി തീരും. When you ascend you will have experiences and those experiences will be your resources. You may not have bank balance, you may not have relationship strength, but you will have experiences. അയക്കപ്പെട്ടവർക്ക് അനുഭവങ്ങളാണ് വിഭവങ്ങൾ. പ്രിയ കുഞ്ഞുങ്ങളെ, അത് ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച എൻ്റെ ജീവിതത്തിൽ അനുഭവങ്ങൾ മാത്രമാണ് ഇന്നുവരെയും വിഭവങ്ങളായി തീർന്നത്. You will have umpteen number of experiences and those experiences will be your resources. റിവാർഡ് ദൈവം നൽകും. ഞാൻ വളരെ ആത്മാർത്ഥമായി പറയട്ടെ, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ ജീവിതം കൊടുത്താൽ ഈ ജീവിതത്തിൽ നിങ്ങൾ ശരിക്കും നിങ്ങൾ ലൈഫ് സെലിബ്രേറ്റ് ചെയ്യാനായി തുടങ്ങും. ഈ സഭയിൽ ഒരിക്കലും ഒരു വൈദികനായി തീരുമെന്ന് വിചാരിച്ച ഒരാളല്ല ഞാൻ. ഐ നെവർ എവർ ഇൻ മൈ തോട്ട്സ്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഈ ശുശ്രൂഷയിലേക്ക് ദൈവം അടുപ്പിച്ചപ്പോൾ എന്നെക്കുറിച്ചൊരു ദൈവോദ്ദേശം അതാണ് തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ കണ്ടെത്തിയൊരു സമാധാനമുണ്ട്. ഞാൻ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു വലിയ ജീവിത സാഫല്യമുണ്ട്, സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ്. അത് ഈ ലോകത്തിൽ ഒന്നിനും നൽകാൻ കഴിയില്ല എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി പറയട്ടെ. മാർത്തോമാ സ്റ്റുഡൻസ് കോൺഫറൻസിൽ അനേകർ തങ്ങളുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ടുണ്ട്. പലരും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളത് ഈ കോൺഫറൻസിൽ നിന്നാണ്. നമ്മുടെ മുമ്പിൽ ഒറ്റ ചോയ്സ് മാത്രമേ ഉള്ളൂ, ഡിസൈപ്പിൾ ആകുക എന്നുള്ളതാണ്, ശിഷ്യനാകുക എന്നുള്ളതാണ്. ശിഷ്യനാകുക എന്നാൽ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ജീവിതം നിരുപാധികം ദൈവരങ്ങളിലേക്ക് കൊടുക്കുക എന്ന് മാത്രമാണ് അതിനർത്ഥം. അവൻ്റെ ഹൃദയത്തിൻ്റെ വേദനകൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ടെസ്റ്റിമണി ഓഫ് ഹോപ്പ് എന്ന് പറയുന്ന ഒരു പുസ്തകം നിങ്ങൾക്ക് പരിചയമുണ്ടാകാം. അത് വിയറ്റ്നാമിലെ ബിഷപ്പായിരുന്ന കാർഡിനൽ ഫ്രാൻസിസ് സേവ്യർ വാൻതുവാൻ്റെ ആത്മാംശമുള്ള പങ്കുവയ്ക്കലുകളാണ്. 2000 ആണ്ടിൽ പോപ്പിനെ ധ്യാനിപ്പിക്കാനുള്ള വലിയ നിയോഗം അദ്ദേഹത്തിനാണ് ലഭിച്ചത്. 13 വർഷം വിയറ്റ്നാമിൽ അദ്ദേഹം ജയിലിൽ കിടന്നു. അദ്ദേഹത്തിൻ്റെ കുഴപ്പങ്ങൾ കൊണ്ടല്ല, മറിച്ച് അദ്ദേഹം ചില നിലപാടുകൾ എടുത്തുകൊണ്ടാണ്. ഒരു യഥാർത്ഥ ക്രിസ്തുശിഷ്യനായി തീരാൻ വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്തതുകൊണ്ടാണ്. ജയിലിൽ ആരും അദ്ദേഹത്തെ ബിഷപ്പൊന്നും വിളിച്ചിട്ടില്ല. അദ്ദേഹം വെറും മിസ്റ്റർ വാൻതുവാനാണ്, എല്ലാ തടവുകാരെ പോലെ ഒരാളാണ്. പക്ഷെ എപ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു വലിയ പുഞ്ചിരിയും പ്രത്യാശയുമാണ്. അപ്പോൾ ഒരിക്കലും ഒരു സഹതടവുകാരൻ ചോദിച്ചു, മിസ്റ്റർ വാൻതുവാൻ, വൈ ആർ യു സോ ഹാപ്പി ഓൾവേസ്? എന്താണ് ഇങ്ങനെ പുഞ്ചിരിയോടെ നിൽക്കാൻ താങ്കൾക്ക് പ്രേരണയായിത്തീരുന്നത്? അപ്പോൾ ഈ ബിഷപ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ സന്തോഷത്തോടും സമാധാനത്തോടും നിൽക്കുന്നതിന് പിന്നിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. ഐ എം ഹോപ്പ്ഫുൾ ആൻഡ് ഒപ്റ്റിമിസ്റ്റിക് ബിക്കോസ് ഐ നോ എ പേഴ്സൺ ആൻഡ് ഹിസ് നെയിം ഈസ് ജീസസ് ആൻഡ് ഐ ലവ് ഹിം ബിക്കോസ് ഓഫ് ഹിസ് ഡിഫെക്ട്സ്. എനിക്കൊരാളെ അറിയാം, അയാളുടെ പേര് ക്രിസ്തു എന്നാണ്. ഞാൻ അയാളെ സ്നേഹിക്കുന്നത് അയാൾക്ക് ഒത്തിരി കുറവുകളുള്ളതുകൊണ്ടാണ്. അദ്ദേഹം പറയാണ്, ഹി വാസ് സമ്മൺ ഹു നെവർ ന്യൂ എക്കണോമിക്സ്. അയാൾക്ക് ഒട്ടും സാമ്പത്തിക ശാസ്ത്രം വശമില്ലായിരുന്നു. ഫോർ ഹിം 1 coin is equal to 10.
ഒരു ദ്രഹ്മ നഷ്ടപ്പെട്ടയാൾ ഒരു ദിവസം മുഴുവൻ പണിയെടുത്ത് അത് കിട്ടിയപ്പോൾ ഒരുപക്ഷെ 10 ദ്രഹ്മ ചെലവഴിച്ച് എല്ലാവർക്കും പാർട്ടി കൊടുക്കുകയാണ്. ഹി നെവർ ന്യൂ അർത്തമെറ്റിക്സ്, കണക്കൊട്ടും അറിയില്ലായിരുന്നു. ഫോർ ഹിം 1 ഈസ് ഈക്വൽ ടു 99, 1 ഈസ് ഗ്രേറ്റർ ദാൻ 99. നഷ്ടപ്പെട്ടു പോയ ഒന്ന് 99-നേക്കാൾ വലുതാണെന്ന് കണ്ടതാണ്. ഹി ഹാഡ് ടെറിബിൾ മെമ്മറി ലോസ്, ഒട്ടും ഓർമ്മയില്ലായിരുന്നു. എല്ലാ കൊള്ളരുതായ്മകളും ചെയ്ത ഒരാൾ അവസാന നിമിഷം പറയാണ്, എന്നെ കൂടെ ഓർക്കണമെന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞതെല്ലാം മറന്നുപോയ ഒത്തിരി കുറവുള്ളയാളാണ് കർത്താവ്. എന്നെ കേൾക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ കർത്താവിൻ്റെ ആസ്പിറേഷൻസിനെ കുറിച്ചും അവനെ ഇൻസ്പയർ ചെയ്ത പേർപ്പസിനെ കുറിച്ചും ഒക്കെ നമ്മളിങ്ങനെ ചിന്തിക്കുകയായിരുന്നു ഈ ദിവസങ്ങളെല്ലാം. ഈ കർത്താവിൻ്റെ ആസ്പിറേഷൻസ് ഒരുപക്ഷെ ലോകത്തിന് മുമ്പിൽ ഭോഷത്വമായി തോന്നിയേക്കാം. നിങ്ങളുടെ ജീവിതം നിങ്ങൾ വെറുതെ കളയാണെന്ന് നിങ്ങൾ തോന്നിയേക്കാം. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ജീവനെ നേടുകയാണ്. ഇത് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് എക്സ്പീരിയൻസിങ് ക്രൈസ്റ്റ്. യു ഹാവ് എക്സ്പീരിയൻസസ്, ഇൻ ഇറ്റ്സ് അബണ്ടൻസ്. അനുഭവങ്ങളുടെ വലിയ വിഭവങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ശാന്തമായി ഇന്ന് വിളിക്കുന്നിടങ്ങളിൽ നിങ്ങളോട് തന്നെ സംസാരിക്കാം. ഒരു വാക്ക് നിങ്ങൾക്ക് സംസാരിക്കാം. എൻ്റെ ജീവിതത്തെക്കുറിച്ച്, എൻ്റെ കർത്താവെ, നീ എന്താണ് ആഗ്രഹിക്കുന്നത്? നമ്മൾ പേർപ്പസിനെ കുറിച്ചാണ് പറഞ്ഞത്. കർത്താവിൻ്റെ ആസ്പിറേഷൻസിന് മുമ്പിൽ ഒറ്റ കാര്യം മാത്രമേ അവന് ഒറ്റ കാര്യം മാത്രമേ ഇൻസ്പിറേഷനായിട്ടുണ്ടായിരുന്നുള്ളൂ. ദാറ്റ് വാസ് ഹിസ് പേർപ്പസ്. തൻ്റെ ജീവിത ഉദ്ദേശം തന്നെയായിരുന്നു. എല്ലാറ്റിനെയും അവൻ കണ്ടത് അവൻ്റെ പേർപ്പസിൻ്റെ വെളിച്ചത്തിലാണ്. കുഞ്ഞുങ്ങളെ, യു ആർ ഇൻ ദിസ് വേൾഡ് വിത്ത് എ പേർപ്പസ്. ആരും ഈ ഭൂമിയിൽ വെറുതെ ജനിച്ചവരല്ല. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, വി വർ ഓൾ ഫസ്റ്റ് ബോൺ ഇൻ ഗോഡ്സ് മൈൻഡ്. നമ്മളെല്ലാവരും ജനിച്ചത് ദൈവത്തിൻ്റെ മനസ്സിലാണ്. നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ സ്വപ്നങ്ങളുടെ വിലയാണ്. അവസാന നിമിഷവും ലൈഫ് സെലിബ്രേറ്റ് ചെയ്യാൻ, ഡെത്ത് സെലിബ്രേറ്റ് ചെയ്യാൻ കർത്താവിന് സാധിച്ചത് ബിക്കോസ് ഹി വാസ് അക്കംപ്ലിഷിങ് ഗോഡ്സ് പേർപ്പസ്. ഈ ഭൂമിയിൽ നാം എന്തൊക്കെയായി തീർന്നാലും ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ നമുക്ക് നിറവേറ്റുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ജീവിതം വട്ടപ്പൂച്ചയാണ്. ഇവിടേക്ക് എല്ലാവരും ശാന്തമായി കണ്ണുകളെ അടയ്ക്കാം. I want all of you to listen to that inner voice that is going to speak to your hearts. നിങ്ങളുടെ ജീവിതങ്ങളോട്, നിങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിക്കാൻ പോകുന്ന ചില ശബ്ദങ്ങളോട് നിങ്ങൾക്ക് കേൾക്കാനായി ശ്രമിക്കാം. നമ്മളിങ്ങനെ ട്രെൻഡുകളുടെ പിന്നാലെ പോകുന്നൊരു കാലത്ത് പലതും നോർമലൈസ് ചെയ്യപ്പെടുകയാണ്. ഒരു കാലത്ത് മദ്യപാനത്തെക്കുറിച്ചൊക്കെ നമുക്ക് വേറൊരു കാഴ്ചപ്പാടായിരുന്നുണ്ടായിരുന്നെങ്കിൽ ഇന്നതൊക്കെ വളരെ സാധാരണമായി തീർന്നൊരു കാലമാണ്. തമ്പുരാനെ, ഇങ്ങനെ ചില മാറുന്ന ട്രെൻഡുകൾക്കനുസരിച്ച് ജീവിക്കേണ്ട ആളല്ല ഞാൻ. ഐ എം ഹിയർ ഫോർ എ പേർപ്പസ്. ഞാനിവിടെ ആയിരിക്കുന്നത് ഇതിനെക്കുറിച്ച് ദൈവത്തിന് സ്വപ്നമുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിക്കുമോ? തമ്പുരാനെ, നിന്റെ ഹൃദയത്തിൻ്റെ സ്വപ്നങ്ങൾ എന്നെ ഇന്ന് അറിയിക്കണമേ. എൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തി കളയാനുള്ളതല്ല എന്നെ അറിയുന്നു. ഞാൻ എൻ്റെ ജീവിതം നിന്റെ കരങ്ങളിലേക്ക് തിരികെയാണ്. എൻ്റെ റിവാർഡ് നിനക്ക് വേണ്ടി ആയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്കുള്ള പ്രിവിലേജ് എന്ന് പറയുന്നത്. നിന്റെ തോട്ടത്തിൽ അധ്വാനിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രിവിലേജ് എന്ന് പറയുന്നത്. അതിനേക്കാളൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല കർത്താവേ. നമ്മളോട് നമുക്ക് സംസാരിക്കാം. വാട്ട് ഈസ് ക്രോസ് ഫോർ യു? നിങ്ങൾക്ക് എന്താണ് ദിസ് മൊമെന്റ് നിങ്ങൾക്ക് ക്രോസായി, നിങ്ങളുടെ കുരിശായി നിങ്ങൾക്ക് തോന്നുന്നത്? ചിലപ്പോൾ നിങ്ങളുടെ ചില സുഹൃത്തുക്കളാകാം, നിങ്ങൾക്ക് വഹിക്കേണ്ടി വരുന്ന, നിങ്ങൾക്ക് എക്സ്ട്രാ മൈൽ നടക്കേണ്ടി വരുന്ന ചില സുഹൃത്തുക്കളാകാം. നിങ്ങൾക്ക് അവരെ ഇന്ന് മനസ്സിൽ ചേർത്ത് പിടിക്കാം. നിങ്ങളുടെ ഉള്ളിൽ ദൈവഹിതം അക്കംപ്ലിഷ് ചെയ്യുന്നതിന് നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്ട്രഗിളായി നിൽക്കുന്ന നിങ്ങളുടെ സ്വപ്നങ്ങൾ ഇപ്പോൾ ദൈവങ്ങളിലേക്കൊന്ന് ഏൽപ്പിക്കാം. കർത്താവേ,
ഐ ഡോണ്ട് നോ വാട്ട് ഹാവ് ടു ഡു വിത്ത് മൈ ലൈഫ്. എനിക്കറിയില്ല. എൻ്റെ ആഗ്രഹങ്ങൾ ഇതൊക്കെയാണ്. എനിക്കറിയില്ല കർത്താവേ. ഐ ഡോണ്ട് റിയലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം പ്രേയിങ് ഫോർ. പക്ഷെ ഒന്നറിയുന്നു, നീ വിശ്വസ്തനാണ്. നീ എൻ്റെ മുമ്പിൽ വെക്കുന്ന പാനപാത്രം, നിയോഗം എന്താണെങ്കിലും അത് കുടിക്കാൻ ഞാൻ കേപ്പബിൾ ആണെന്ന് നീ മുമ്പേ അറിഞ്ഞിട്ടുണ്ട്. യെസ്, കൃപയുടെ ഒരു പാക്കേജ് എനിക്ക് നൽകിയിട്ടുണ്ട്. ഇതൊരു ഡെഡിക്കേഷൻ്റെ സമയം ആയിത്തീരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. യാതൊരു സമ്മർദ്ദങ്ങളുമില്ല. ആയിരിക്കുന്നിടങ്ങളിൽ ഈ കോൺഫറൻസിൽ നിങ്ങൾക്ക് കിട്ടിയ ഒരു ഉൾക്കാഴ്ച നിങ്ങളുടെ ധ്യാനമായി നിങ്ങൾക്ക് അത് മനസ്സിലുരുട്ടുകൊണ്ട് നിങ്ങൾക്ക് നിൽക്കാം. ഞാൻ കാര്യം പറയട്ടെ, ഈ സഭയിൽ ശുശ്രൂഷകരാകുന്നത് നിങ്ങൾ നല്ലാതെ പിന്നെ ആരിൽ നിന്നാണ്? ഈ കൊച്ചു സഭ ലോകത്തിൽ ഒരു അത്ഭുതമായി തീർന്നത് സമർപ്പിതരായ ധാരാളം ആളുകൾ ക്രിസ്തുവിനായി നിലകൊണ്ടതുകൊണ്ടാണ്. ആരാണ് സിഹോറയിൽ പോകുക? ആരാണ് നമ്മുടെ മിഷൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുക? ആരാണ് ഈ സഭയിൽ വൈദികരാകുക? പൂർണ്ണമായി നിങ്ങൾ വിട്ടുകൊടുക്കുമെങ്കിൽ നിങ്ങളുടെ ലൈഫിൻ്റെ അക്കംപ്ലിഷ്മെൻറ്റ് നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അപ്രകാരം ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരണകൾ നൽകുന്നവർ മാത്രം നിങ്ങൾക്ക് അതാതിടങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. പ്രേരണകൾ നൽകുന്നവർ മാത്രമാണ്. നിങ്ങളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കണം. കർത്താവേ, ആ പേർപ്പസിൽ നിന്ന് ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമേ. ഞാൻ എന്നെ തന്നെ വീണ്ടും ഇന്ന് സമർപ്പിക്കുകയാണ്. നീ നിന്റെ ജീവൻ നൽകി വീണ്ടെടുത്തതാണ്. ഈ സഭയിൽ എനിക്കൊരു നിയോഗമുണ്ട്. ഈ സഭയിൽ എനിക്ക് അനന്യമായ ഒരു ശുശ്രൂഷയുണ്ട്. ഐ എം നോട്ട് ഹിയർ ബൈ ആക്സിഡൻറ്റ്. നീ എന്നെ നട്ടതാണ് കർത്താവേ. നട്ടവനൊരു ഉദ്ദേശമുണ്ട്. അതിലേക്ക് എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. ഒത്തിരി ദൈവകൃപയുള്ള നിമിഷങ്ങളാകും ഞങ്ങളെ. അവൻ സകലവും അറിയുന്നു. He understands you, though you don't really understand what you're praying for. ശാന്തമായി അതാതിടങ്ങളിൽ നിന്ന് നിങ്ങളുടെ സമർപ്പണം നിങ്ങൾക്ക് ഏറ്റു പറഞ്ഞുകൊണ്ടേയിരിക്കാം, കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. കർത്താവിൻ്റെ വേലയ്ക്കായി, പൂർണ്ണസമയ വേലയ്ക്കായി ദൈവങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതങ്ങൾ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ, ആയുസ്സിനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതാതിടങ്ങളിൽ നിൽക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പോട്ട് കടന്നു വരാം. You may not really understand what you are praying. അറിയുന്ന ഒരു ദൈവമുണ്ട്. One thing is assured, you're going to be a blessing. You will never have to regret. നിങ്ങൾക്കൊരിക്കലും ഇതിനെ ഓർത്ത്, ഈ നിമിഷത്തെ ഓർത്ത് നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരികയില്ല. പ്രിയ സുഹൃത്തുക്കളെ, അപ്രകാരം ഈ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് മുമ്പോട്ട് വരാം. ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് സെലിബ്രേഷൻസ് എന്ന് കരുതുന്ന പലതും അല്പായുസേ ഉള്ളൂ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഈ ആയുസ് മുഴുവൻ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കർത്താവ് വിളിക്കുന്നത്. ഈ ആയുസ്സിൽ ഒരു അത്ഭുതമായി തീരാൻ വേണ്ടിയാണ് കർത്താവ് നിങ്ങളെ വിളിക്കുന്നത്. അപ്രകാരം പൂർണ്ണസമയം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശാന്തമായി മുൻപോട്ട് കടന്നു വരാം. അഭിയും തിരുമേനിമാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അപ്രകാരം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, ലൈഫിൻ്റെ ആസ്പിറേഷൻസ് ക്രിസ്തുവിൽ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് മുൻപോട്ട് വരാം. ഗോഡ് വാണ്ട്സ് യു. ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്. നിങ്ങൾ ജനിച്ചത് ദൈവത്തിൻ്റെ മനസ്സിലാണ്. ഓരോരുത്തരെക്കുറിച്ചും കർത്താവിനൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് യു റിയലി സ്റ്റാർട്ട് സെലിബ്രേറ്റിംഗ് യുവർ ലൈഫ്.
ദൈവങ്ങളിലേക്ക് അപ്രകാരം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മുൻപോട്ട് വരാം. നമ്മുടെ ഈവൻ വീക്കസ്റ്റ് മൊമെൻറ്റ്സ് നമ്മുടെ ഗദ്ഗതങ്ങൾ പോലും പ്രാർത്ഥനയായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് കൂടെയുണ്ട്. ദൈവം നിങ്ങളെ അറിയുന്നുണ്ട്. കർത്താവല്ലാതെ, അവൻ്റെ ക്രൂശല്ലാതെ മറ്റൊന്നും നമ്മൾ എക്സൈറ്റ് ചെയ്യിക്കരുത് കുഞ്ഞുങ്ങളെ. എല്ലാവർക്കും കണ്ണുകളെ അടച്ചുകൊണ്ടിരിക്കാം. അപ്രകാരം നിങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കാമോ? എല്ലാവർക്കും അറിയാവുന്നൊരു പാട്ടാണല്ലോ. നമുക്ക് ഒരുമിച്ച് ആ പാട്ട് ദൈവങ്ങളിൽ നമ്മുടെ ഒരു സമർപ്പണമായി നമുക്ക് ഏറ്റുപാടാം. ആത്മദേഹി ദേഹത്തെ കാഴ്ചയായി വയ്ക്കുന്നിതാ നിൻ മുൻപിൽ ഞാനീശുവേ, എന്നും നിൻ വകയാവാ പീഠത്തിന്മേൽ എന്നെ ഞാൻ വച്ചു തീക്കായി കാക്കുന്നു. കാത്തിരിക്കുന്നേ തീരങ്ങാൻ നോക്കുന്നു. കാത്തിരിക്കുന്നേ തീരങ്ങാൻ നോക്കുന്നു. തൻ്റെ നിത്യസ്നേഹത്താൽ ദിനംപ്രതി ഞങ്ങളെ വിളിക്കുന്ന സർവശക്തനായ ദൈവം തമ്പുരാനെ, അങ്ങയുടെ കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് ഞങ്ങൾക്ക് അടുത്തു വന്ന് ഞങ്ങളെ തന്നെ നിൻ്റെ കരങ്ങളിലേക്ക് അർപ്പിപ്പാൻ നിൻ്റെ ആത്മാവ് ഞങ്ങളുടെ മേൽ വ്യാപരിച്ചതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. ദൈവമേ, ഞങ്ങൾ മണ്ണും ചാരവുമായിരിക്കെ ഞങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ ഉരുവാകുന്നതിന് മുമ്പേ നീ ഞങ്ങളെ അറിയുകയും നിൻ്റെ മഹാകരുണയാൽ നിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നീ ഞങ്ങളെ ചുമതലപ്പെടുത്തുകയും വിളിക്കുകയും അധികാരപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. കർത്താവേ, ഈ കോൺഫറൻസിൽ അടിയങ്ങൾക്ക് ഒരുമിച്ച് വന്ന് നിൻ്റെ വിളിയെയും നിൻ്റെ തിരഞ്ഞെടുപ്പിനെയും ഞങ്ങൾക്ക് പൂർണ്ണമായി ഗ്രഹിപ്പാൻ തക്കവണ്ണം നീ തന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. കർത്താവെ, ഞങ്ങൾ നിറഞ്ഞ ഹൃദയത്തോടുകൂടെ നിൻ്റെ കാൽവറിയിലെ യാത്രക്കാരായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ തന്നെ ഇതാ നിൻ്റെ പാദപീഠത്തിങ്കിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, നിന്നോടുകൂടെ ചേർന്ന് ബേത്ലഹേം മുതൽ ഗോൽഗോഥ വരെയും ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പടവുകളിലൂടെ നിത്യമായ അനുഗ്രഹകരമായ ശുശ്രൂഷയിലേക്കും പ്രവേശിപ്പാനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവെ, ഞങ്ങളിൽ തന്നെ ആരുമല്ല, നിൻ്റെ കരുണയല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിലൊന്നുമില്ല. അതുകൊണ്ട് നിൻ്റെ കരുണയുടെ കണ്ണാൽ നീ ഞങ്ങളെ നോക്കുകയും നിൻ്റെ കൃപ ഞങ്ങൾക്ക് പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി കൂടെ ഇരുന്ന് ഈ ശുശ്രൂഷയിൽ നല്ല അനുഭവങ്ങൾ നൽകുവാനും അനുഭവങ്ങൾ അടിയങ്ങളുടെ വിഭവങ്ങളാക്കി തീർത്ത് കർത്താവിന് വേണ്ടി എരിഞ്ഞു ശോഭിപ്പാനും അടിയങ്ങളെ ഇടയാക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് നിൻ്റെ പാദപീഠത്തിങ്കിലേക്ക് തങ്ങളെ തന്നെ വളരെ വിനയപൂർവ്വം സമർപ്പിച്ചിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവിൻ്റെ തൃക്കരം നീട്ടി അവരെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവെ, നിൻ്റെ മക്കൾക്കും ഞങ്ങൾക്കാർക്കും ഒറ്റയ്ക്ക് നടപ്പാൻ കഴിവുള്ളവരല്ലല്ലോ. അതുകൊണ്ട് അങ്ങയുടെ ബലമുള്ള കരം നീട്ടിക്കൊടുക്കുകയും ആ കരം ഗ്രഹിച്ച് കാലിടറാതെ നീ കാണിക്കുന്ന വഴികളിലൂടെ സഞ്ചരിപ്പാനും നിന്നെ മാത്രം ധ്യാനിപ്പാനും നിൻ്റെ കുരിശിൻ ചുവട്ടിൽ മാത്രം അഭയം പ്രാപിപ്പാനും കർത്താവിൻ്റെ തിരുശരീരമാകുന്ന സഭയിൽ സത്യനടുതലകളായി അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിർവഹിപ്പാനും നിൻ്റെ മക്കളെ എല്ലാവരെയും നിൻ്റെ ആത്മാവിനാൽ നിയോഗിക്കുമാറാകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു.
ഈ കോൺഫറൻസിൽ ആകമാനം വ്യാപരിച്ച ദൈവകൃപകൾക്കായിട്ട് സ്തോത്രം. അടിയങ്ങളുടെ മെത്രാപ്പൊലിത്ത തിരുമേനിക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. അഭിവന്യരായ തിരുമേനിമാർക്ക് വേണ്ടിയും അച്ഛന്മാർക്ക് വേണ്ടിയും സുവിശേഷകർക്ക് വേണ്ടിയും സന്യസ്തർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ദൈവജനത്തെ നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഫലമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഇവിടെ കൂടി വന്നിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഓരോ മാർത്തോമക്കാരനും ഓരോ സുവിശേഷകനാണെന്നുള്ള ഞങ്ങളുടെ പൂർണ്ണ ബോധ്യം വീണ്ടും ഉറപ്പിപ്പാൻ തക്കവണ്ണം ഈ കോൺഫറൻസ് ഇടയാക്കിയത് കൊണ്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഇടപെടുകയും ഞങ്ങളെ എവിടെയൊക്കെ ആക്കുന്നുവോ, ഏത് മേഖലകളിലൊക്കെ നിൻ്റെ ശുശ്രൂഷ നിർവഹിപ്പാൻ ഞങ്ങളെ ഒരുക്കുന്നുവോ, അവിടെയൊക്കെ കർത്താവിനോടുകൂടെ ചേർന്ന് നിൻ്റെ തിരുസഭയുടെ കെട്ടുപണിക്കും നിൻ്റെ ദൈവരാജ്യത്തിൻ്റെ വ്യാപനത്തിനും വേണ്ടി പ്രവർത്തിപ്പാൻ ഞങ്ങളെല്ലാവരെയും നീ ഒരുക്കുമാറാകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഇന്ന് നിൻ്റെ വചനം പ്രാഗൽഭ്യത്തോടുകൂടെ ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയ നിൻ്റെ മകനെ നീ അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ കരം ഞങ്ങൾക്കെല്ലാം ഇപ്പോഴും കൂടെ ഇരുന്ന് കർത്താവിൻ്റെ സാക്ഷികളായി ഈ ലോകത്തിൽ നിലകൊള്ളുവാൻ, കുരിശിൻ്റെ സാക്ഷികളായി നിന്നെ ക്രൂശെടുത്ത് അനുഗമിപ്പാൻ കർത്താവിൻ്റെ കരുണയിൽ ഞങ്ങളെല്ലാവരെയും അഭിഷേകം ചെയ്യണമെന്ന് അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു മെശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപ, അനുഗ്രഹങ്ങൾ, ആശീർവാദങ്ങൾ നമ്മളോട് കൂടെയിരുന്ന് തങ്ങളുടെ സമർപ്പണത്തെ അംഗീകരിക്കുകയും നാൾതോറും സമർപ്പണത്തിൽ വളർന്നു വരുവാൻ സഹായിക്കുകയും വഴി നടത്തുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.